നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം ശുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ജ ഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിരസുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ത്രയോദശോऽധ്യായഃ. ക്ഷേത്രജ്ഞ വിഭാഗയോഗഃ. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിച്ഛാമി. ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഏതദ്യോ വേത്യിദം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മദം മമ. തക്ഷേത്രം യച്ഛയാദൃശ്ച യദ്വികാരി യദശ്ച യദാ സ ച യോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈഃ പൃഥഗാ. ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. മഹാഭൂതാന്യഹംകാരഃ ബുദ്ധിരവ്യക്തമേവ ച. ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ. ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാ ധൃതിഃ.
ഏതക്ഷേത്രം സമാസേന സവികാര്യമുദാഹൃതം അമാനിത്വമദംബിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹംകാര ഏവ ച ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷ്വംഗഃ പുത്രദ്വാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജന സംസദേ അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യതാ ജ്ഞേയം യത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാസമുച്യതേ. ഇപ്പൊ ഏതൊരാൾക്കും സത്യസാക്ഷാത്കാരത്തിനുള്ള അവകാശമുണ്ട്. ഒരാളെയും നമ്മുടെ സംസ്കാരം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. അവരേത് നിലയിൽ നിലയിലുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും ഒരിക്കൽ ഈ കാര്യം ബോധ്യപ്പെട്ട് ജീവിത മൂല്യങ്ങൾ അനുസരിച്ച് മുന്നേറാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവർക്ക് ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സാധിക്കും. പക്ഷെ അതിനുള്ള യോഗ്യതകൾ നേടണമെന്ന് മാത്രം. ഇക്കാര്യത്തില് യാതൊരു സംവരണവും ഇല്ലാന്ന് പറഞ്ഞു. ഇത് നമ്മൾ സ്വയം ആർജിക്കേണ്ടതാണ്. അപ്പൊ 20 ജീവിത മൂല്യങ്ങളെ നമ്മൾ ഇന്നലെ കണ്ടു. അമാനിത്വം, അദംബിത്വം, അഹിംസാക്ഷാന്തി തുടങ്ങിയ 12ാമത്തെ ശ്ലോകം വരെയുള്ള 8 മുതൽ 12 വരെയുള്ള അതിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ, ഈ ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ സത്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് 13ാമത്തെ ശ്ലോകത്തിൽ നമ്മള് ഈ അറിവുകളൊക്കെ നാം നേടുന്നുവോ ആ അറിവുകൾ അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നതാണ് ആധ്യാത്മിക തത്വം എന്ന് പറഞ്ഞു. കൂടുതൽ അറിയുന്തോറും ഇനിയും എത്രയോ എത്രയോ അറിയുവാനുണ്ട് എന്ന നിഗമനത്തിലാണ് മനുഷ്യ മനസ്സെത്തുന്നത്. ഒരാൾക്കും ഈ ലോകത്തിലെ ഭൗതിക പദാർത്ഥങ്ങളെ കുറിച്ച് എല്ലാം അറിയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യക്ഷമതമാവണമെങ്കിൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങണം, അല്ലേ? അതുകൊണ്ടാണ് ഈ ആരോഗ്യരംഗത്തൊക്കെ ഇത്രമാത്രം സ്പെഷ്യലിസ്റ്റുകളൊക്കെ വന്നത്. അപ്പൊ ഏത് മേഖലയിലും അതാണല്ലേ. ഒരാള് കണ്ണിന്റെ അസുഖമായിട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോ ഡോക്ടറിന്റെ ഇടത്തെ കണ്ണിന് വയ്യ, വേദനയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, സോറി, ഞാൻ വലത്തെ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാണ്, ഇടത്തെ കണ്ണിന്റെ അപ്പുറത്തെ റൂമിലായിരിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് സ്പെഷ്യലിസ്റ്റുകൾ, അല്ലേ? കാറ്റ് സ്പെഷ്യലിസ്റ്റ്, ഡോഗ് സ്പെഷ്യലിസ്റ്റ്, മനുഷ്യന് മാത്രമല്ല, എല്ലാം. അപ്പൊ ലോകത്തിലെ പദാർത്ഥങ്ങളൊക്കെ വൈവിധ്യം നിറഞ്ഞതാണ്. അപ്പൊ കൂടുതൽ അറിയും തോറും ഇനിയും അറിയണം എന്നുള്ള ആഗ്രഹം. അതിനാല് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് ആധ്യാത്മിക തത്വം തന്നെയാണ്. ഏതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണോ ഇതിലുപരി മറ്റൊന്നും അറിയുവാനില്ലാത്തത്, അതാണ് ആധ്യാത്മിക ജ്ഞാനം. പണ്ട് വനവാസ കാലത്ത് കുന്തിയും മക്കളും ഒക്കെ
ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ അജ്ഞാനവാസസ്ഥലത്ത് താമസിക്കുകയാണ് അല്ലേ. അപ്പൊ താമസിക്കുന്ന സമയത്താണ് ആ വീട്ടമ്മയ്ക്ക് ഭയങ്കര ദുഃഖം ഒരു ദിവസം. അപ്പൊ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ നാട്ടിലൊരു ബഗൻ എന്ന് പറഞ്ഞ ഒരു അസുരനുണ്ട്. അയാൾ നാട്ടിലുള്ള എല്ലാവരും പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൊ നാട്ടിലെ ജനസംഖ്യ കുറഞ്ഞപ്പോൾ അയാളുമായിട്ടൊരു സന്ധ്യ സംഭാഷണം വെച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് മനുഷ്യമാംസം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അവസാനം പറഞ്ഞു, ഒരു കാളവണ്ടി നിറച്ചോ ആഹാരം ദിവസം നിനക്ക് കൊണ്ടുതരാം. ആ കാളവണ്ടി ഓടിച്ചു വരുന്ന 2 കാളയും നിനക്ക് കഴിക്കാം, ഓടിച്ചു വരുന്ന ആളിനെയും കഴിക്കാം, പക്ഷെ വേറെ ആരെയും അന്നത്തെ ദിവസം ഉപദ്രവിക്കരുത്. അങ്ങനെ ദിവസം ഓരോരുത്തരെ വീതം വിടാൻ തുടങ്ങി. അപ്പൊ ഒരു സമാധാനമായി, ഒരാളെ ഇനി പോവുള്ളല്ലോ. അപ്പൊ പിറ്റേ ദിവസം പോകേണ്ടത് ഇവര് താമസിക്കുന്ന ഈ വീട്ടിലെ ആളാണ് പോകേണ്ടത്. അവർക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. പക്ഷെ ആ കുട്ടിയെ ആ മകനെയാണ് വിടേണ്ടത്. അപ്പൊ അമ്മയ്ക്ക് വലിയ വിഷമം. അപ്പൊ കുന്തി പറഞ്ഞു, നീ പേടിക്കണ്ട, എനിക്ക് 5 മക്കളുണ്ട്, നല്ല അടിമാടന്മാരല്ലേ, അതിലൊരാളെ വിട്ടോളാം. അയ്യോ, അതിഥി പൂജനം, അതിഥികളെ ഇവിടെ മഹാപാപാണ്. പക്ഷെ കുഴപ്പമില്ല, ഈ നിങ്ങളുടെ മോൻ വളരെ ചെറുതല്ലേ, എന്റെ മോൻ ഭീമനെ കാണോ, നല്ല തടിയുണ്ടല്ലേ, വേഗം എന്തെങ്കിലും ആഹാരമല്ലോ, അതുകൊണ്ട് അവനെ വിട്ടോളാം. അങ്ങനെ പിറ്റേ ദിവസം ഭീമനാണ് ആഹാരമായിട്ട് പോകുന്നത്. ഭീമന് ഒരു പേരുണ്ട്, വൃഗോദരൻ. ചെന്നായുടെ വിശപ്പാണേ. കുറച്ച് കഴിഞ്ഞ് അവർ രാവിലെ വയറ് നിറച്ചൊക്കെ കൊടുത്തിട്ടാണ് അമ്മ വിട്ടത് വണ്ടി ആഹാരമൊക്കെ ആയിട്ട്. പക്ഷെ അവിടം വരെ വണ്ടിയൊക്കെ ഓടിച്ചു ചെന്നപ്പോൾ ഭീമന് നല്ല വിശപ്പ്. ഭീമൻ എന്ത് ചെയ്തു നോക്കുമ്പോൾ വണ്ടി നിറച്ച ആഹാരം ഇരിക്കുന്നത്, താനെത്തിനാ മടിക്കുന്നത്, അതുപോലെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അവിടെ ഇരുന്ന്. അപ്പൊ ബഗൻ വാച്ച് നോക്കി, 1 1:30 ലഞ്ച് എത്തിയിട്ടില്ലേ. ആകെ ദേഷ്യപ്പെട്ട് ഗുഹയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു തടിമാടൻ തനിക്കുള്ള ആഹാരം കൂടെ ഇരുന്ന് കഴിക്കുവാണ്. അടിച്ച് കൊല്ലാനായിട്ട് വന്നപ്പോഴാണ് പിന്നെ ബഗൻ ആലോചിച്ചല്ല, ഇപ്പൊ ഞാനിതിനിപ്പോ അവനെ കൊല്ലാൻ പോകുന്നത്, അവനെ ആഹാരം മുഴുവൻ കഴിക്കട്ടെന്ന്. അവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങോട്ട് ഒഴിക്കാൻ മതി അല്ലേ. അപ്പൊ ആഹാരമായി അവനുമായി, രണ്ടും കൂടി ഒരുമിച്ചിട്ട് പണി എളുപ്പമുണ്ടല്ലേ. അതുപോലെയാ ഈ ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള മുഴുവൻ അറിവും കിട്ടിക്കഴിഞ്ഞോ. ഏതാ ജ്ഞാനം ഇത് പ്രോക്തം അല്ലേ. നമ്മുടെ ചില യൂണിവേഴ്സിറ്റികളുടെ, ചില സ്ഥാപനങ്ങളുടെ, സർക്കാർ സ്ഥാപനങ്ങളുടെ ഒക്കെ മോട്ടോ നോക്കൂ. ജ്ഞാനേന സദൃശം വിദ്യാ വിന്ദതേ അമൃതം, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് സെക്കുലർ വ്യവസ്ഥതയിൽ പോലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആശ്രതത്വത്തെ നമ്മൾ നിഷേധിച്ചിട്ടില്ല. ഇതൊരു സത്യമാണ്. വൈദികമായ തത്വങ്ങളൊക്കെ നമ്മുടെ സർവകലാശാലകളിൽ ഇന്നും പഠിപ്പിക്കുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നു, അർജുന, ഞാൻ ഈ പറയാൻ പോകുന്നതായ തത്വം മനസ്സിലാക്കിയാൽ അമൃതത്വത്തെ പ്രാപിക്കാം. മരണരഹിതമായ ഒരവസ്ഥയെ ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രാപിക്കാം. പണ്ട് അമൃതാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ മരണം ഇല്ലാത്ത അവസ്ഥയാണ് അല്ലേ. ഇപ്പൊ അങ്ങാരും മോഹിക്കില്ല. ഇതൊരു സാധ്യതയല്ല, യാഥാർത്ഥ്യമാണ്. അനാദിമത്പരം ബ്രഹ്മ. അപ്പോ ആ പറയാൻ പോകുന്ന തത്വം എന്താണ്? അത് എന്ന് ആരംഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നും ഉള്ളതിനാൽ ഭഗവാൻ അത് ഒരിക്കലും ആരംഭിച്ചിട്ടില്ല. ഈ സൃഷ്ടി എന്ന് ആരംഭിച്ചത് അനാദി. അതെന്നാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വാക്കുകളെ കൊണ്ട് വിവരിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിനാൽ പരമമായ സത്യം അത് സത്തെന്നോ അസത്തെന്നോ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാൻ സാധിക്കില്ല. ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇവയൊക്കെ ഉള്ളത്, ഇവയൊക്കെ ഇല്ലാത്തത് എന്ന് ഞാനും നിങ്ങളും അറിയുന്നത്, അതാണ് ആ സത്യം. ഒന്നുകൂടെ പറയാം. ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇവയൊക്കെ ഉള്ളത്, ഇവയൊക്കെ ഇല്ലാത്തത് എന്ന് ഞാനും നിങ്ങളും അറിയുന്നത്, അതാണ് സത്യം. അതുകൊണ്ട് അതിനെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. യാതൊരു വിധത്തിലുള്ള ഔപചാരിക വിദ്യാഭ്യാസവും നേടാത്ത ശ്രീരാമകൃഷ്ണ പരമഹംസരതാണ് പറഞ്ഞത്, വാക്കുകൊണ്ട് പറഞ്ഞാൽ എച്ചിലാവുന്നതാണ്. പറഞ്ഞാൽ എച്ചിലാവല്ലേ, അതുകൊണ്ട് മിണ്ടായിരിക്കും. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് ഭഗവാൻ രമണ മഹർഷിയൊക്കെ ഒന്നും മിണ്ടാതിരുന്നത്. ഭഗവാൻ കൃഷ്ണൻ അതിനാൽ പറയുന്നു, ആ പരമമായ സത്യം ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയുവാൻ പറ്റുകയില്ല. എല്ലാ മതാചാര്യന്മാരും സത്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ടേ ഉള്ളൂ, സത്യത്തെ നിർവചിച്ചിട്ടില്ല. ആദിഗുരുവായ പരമേശ്വരൻ സനകാദി കുമാരന്മാർക്ക് മൗനത്തിലൂടെയാണ് ഈ തത്വത്തെ വ്യാഖ്യാനിച്ചത്. മൗനം വ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. അതുപോലെ ഞാനും നിങ്ങളും
ആ സനകാദി കുമാരന്മാര് പോയി കണ്ണടച്ചിരുന്നത് പോലെ ഇരുന്ന വല്ലതും കിട്ടുമോ? അതായത് ആ നിലയിൽ മനസ്സിലാക്കാനുള്ള യോഗ്യത സനകാദികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? നമുക്കതില്ലാത്തത് കൊണ്ട് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ്. നമ്മളെ പോലെ പാവങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് വാക്കുകൾ സൂചിപ്പിക്കുക. ഈശ്വരനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. പദം എന്നാൽ സംസ്കൃതത്തിൽ വാക്ക്. പദസ്യ അർത്ഥം പദാർത്ഥം. പദത്തിന്റെ അർത്ഥമാണ് പദാർത്ഥം. മേശ എന്ന പദം മേശയല്ല. മേശ എന്ന വാക്കിന്റെ അർത്ഥമാണ് മേശ. സൂര്യൻ എന്ന പദം സൂര്യനല്ല. സൂര്യൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് സൂര്യൻ. അല്ലേ? ആകാശത്തിൽ ജ്വലിക്കുന്ന സൂര്യൻ. നിങ്ങളുടെ പേര് നിങ്ങളല്ല. അതുപോലെ ഭഗവാൻ ചില പേരുകളൊക്കെ, ഭഗവാന്റെ ചില പേരുകൾ ഭഗവാൻ തന്നെ പറയുകയാണ്. പക്ഷെ അത് പേര് മാത്രമാണ്, ഭഗവാനല്ല. സത്ത് എന്ന വാക്കിന്റെ അർത്ഥമാണ് ഭഗവാൻ. ചിത്ത് എന്ന വാക്കിന്റെ അർത്ഥമാണ് ഭഗവാൻ. ആനന്ദം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഭഗവാൻ. ഈ സത്തോ ചിത്തോ ആനന്ദോ ഭഗവാനല്ല. അതറിയുമ്പോഴാണ്, കാരണം അത് അറിയുമ്പോൾ പിന്നെ ചില യോഗ്യതയൊക്കെ വേണേ. അതായത് പരസ്പര വിരുദ്ധമായ വാക്കുകളിലൂടെ സത്യത്തെ അനാവരണം ചെയ്യുകയാണ് ഇവിടെ. സത്യത്തെ വിവരിക്കുകയല്ല, സത്യത്തെ അനാവരണം ചെയ്യുകയാണ്. അതുകൊണ്ട് പരസ്പര വിരുദ്ധമായ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ അർജുനന് തുടക്കത്തിൽ കുറച്ച് ഭയവും ആശങ്കയും ദുഃഖവും വിക്ഷേപവും ഒക്കെ ഉണ്ടായി. ഇപ്പൊ കൃഷ്ണനെയും ബാധിച്ചു അതൊക്കെ. ചില ഈ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ രോഗികളോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അതായത് ഈ പരസ്പര വിരുദ്ധമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യനെ വാക്കുകൾക്ക് അതീതമാക്കുവാൻ വേണ്ടിയാണ്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികൾ പറയും, ലാംഗ്വേജ് ഓഫ് കോൺട്രഡിക്ഷൻ ഈസ് എ ലാംഗ്വേജ് ഓഫ് കണ്ടംപ്ലേഷൻ. ലാംഗ്വേജ് ഓഫ് കോൺട്രഡിക്ഷൻ ഈസ് എ ലാംഗ്വേജ് ഓഫ് കണ്ടംപ്ലേഷൻ. പരസ്പര വൈരുദ്ധ്യമുള്ള ഭാഷയാണ് ധ്യാനത്തിന്റെ ഭാഷ. ഇവിടെ വിവരിക്കാൻ പോകുന്നതായ ശബ്ദങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിശബ്ദതയെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതാണ് എന്റെ സത്യം. ഈ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിശബ്ദത ഉണ്ടാക്കും, ശാന്തിയെ ഉണ്ടാക്കണം. കാരണം സത്യമുള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാൻ സാധിക്കുകയില്ല. എന്താണ് അതിന്റെ സ്വഭാവം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം മുതൽ 14. സർവദ പാണിപാദം തത സർവതോക്ഷിശിരോ മുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. സർവത പാണിപാദം, സർവത്ര കൈകാലികളും, സർവത്ര അക്ഷിശിരോമുഖം, സർവത്ര കണ്ണുകളും തലകളും വായകളും, സർവത ശ്രുതിമല്ലോകേ, സർവത്ര ചെവികളോടും കൂടിയ ആ ബ്രഹ്മം, ലോകേ സർവം ആവൃത്യ, ലോകത്തിലെല്ലായിടത്തും വ്യാപിച്ച് തിഷ്ഠതി, സ്ഥിതി ചെയ്യുന്നു. സമസ്ത ജീവജാലങ്ങളും സമസ്ത മനുഷ്യരും ഈശ്വര മഹത്വത്തെ ഭാഗികമായിട്ട് അനുഭവിക്കുന്നവരാണ്. കാരണം പൂർണ്ണമായിട്ട് അനുഭവിക്കാനുള്ള യോഗ്യതയും സന്ദർഭമൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഇവിടെ സത്യത്തെ അതുകൊണ്ട് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. പൊതുവെ 3 വിധത്തിലുള്ള ചോദ്യങ്ങളാണ് മനുഷ്യ മനസ്സിൽ സാധാരണ ഉണ്ടാവാറ്.
എപ്പോൾ, എവിടെ നിന്ന്, എന്തുകൊണ്ട്? നാലാമതൊരു ചോദ്യം നമുക്കില്ല. ഒരു കാര്യം നമുക്ക് ചിന്തിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ 3 വസ്തുതകളാണ് വേണ്ടത്. ഒന്ന് ദേശം, ഒന്ന് കാലം, മറ്റൊന്ന് വസ്തു. ഒരിക്കല് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി കോഴിക്കോട് അവിടെ ആകാശവാണിയിൽ ഒരു ഇന്റർവ്യൂവിന് പോവാണ്. അന്നൊക്കെ ദൂരദർശനം അത്ര കാര്യമായിട്ടായില്ലല്ലോ. ആകാശവാണി ഇന്റർവ്യൂ. അപ്പോൾ സമയം ഒരു അരമണിക്കൂർ മുമ്പ് സ്വാമിജി അവിടെ എത്തി. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് സ്റ്റേഷൻ ഡയറക്ടറും മറ്റ് സ്റ്റാഫൊക്കെ വന്ന് സ്വാമിയെ സ്വീകരിച്ചു. സ്റ്റുഡിയോയുടെ അടുത്തുള്ള റൂമിൽ അവരൊക്കെ ഇങ്ങനെ സ്വാമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സ്റ്റാഫും. അപ്പൊ അന്നത്തെ ഡയറക്ടർ കോന്നിയൂർ നരേന്ദ്രനാഥാന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹം ഒരു പേപ്പർ കൊണ്ട് സ്വാമിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ സ്വാമി ചോദിച്ചു, എന്താ അത്? അല്ല, സ്റ്റുഡിയോയില് ചോദിക്കാൻ പോകുന്ന, ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എഴുതി കൊടുത്തതാണ്. അപ്പൊ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്, അങ്ങേക്കൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയാണ്. സ്വാമി ആ പേപ്പറിലേക്കൊന്ന് നോക്കി പോലില്ല, തിരിച്ചു കൊടുത്തു. അതൊക്കെ അങ്ങ് സ്റ്റുഡിയോയില്. ഇത് ഇവർക്കുള്ള ടൈമാണ്. ഇനിയിപ്പോ എന്താ നിങ്ങൾ ചോദിക്കുക? ആകെ 3 ചോദ്യങ്ങൾ: എവിടെ, എപ്പോൾ, എന്തുകൊണ്ട്, അല്ലേ? അത് ഞാൻ അവിടെ പറഞ്ഞോളാം. അല്ലാതെ ഒരു ചോദ്യം ഇവിടെ. ആ ദേശത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ച് നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ദേശത്തെക്കുറിച്ച് ചോദിക്കുന്നു, കാലത്തെക്കുറിച്ച് ചോദിക്കുന്നു, ഇപ്പോഴത്തെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കുന്നു. എല്ലാ ചിന്തകളിലും ദേശം, കാല, വസ്തു ഘടകങ്ങളാണ്. എന്നാൽ ഈ 3 ഘടകങ്ങൾക്കും അതീതമായി നാം സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ദിവസവും ഉറക്കത്തിൽ, അല്ലേ? എവിടെയാ കിടക്കുക? ഒന്നും നിശ്ചയില്ല. സുഷുപ്തിയിൽ ഞാൻ പുരുഷനുമല്ല, സ്ത്രീയുമല്ല, രോഗിയുമല്ല, പക്ഷിയല്ല, മൃഗവുമല്ല, തടവറയിലല്ല, ദരിദ്രനുമല്ല, ധനവാനുമല്ല, ഒന്നുമല്ല. എവിടെയാ കിടക്കുന്നെന്ന് പോലും അറിയില്ല. ഞങ്ങൾക്കൊക്കെ നല്ല അനുഭവമാണ്. കാരണം ഓരോ ആഴ്ച ഓരോ സ്ഥലത്തായിരിക്കും കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോ എവിടെയാന്ന് കുറച്ച് സമയം പിടിക്കും. ആ ശരീരവും മനസ്സും ഒന്നുമല്ല അവിടെ. വാസ്തവത്തില് ആ സമയത്താണ് നാം ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്നത്. ദേശകാലങ്ങൾക്ക് അതീതമാവുമ്പോൾ നിസ്സീമമായ സുഖം നമ്മൾ അനുഭവിക്കുന്നു. അഹങ്കാരമില്ലാത്ത അവസ്ഥ. ചിലപ്പോ തോന്നും അങ്ങനെ തന്നെ അങ്ങോട്ട് ഉറങ്ങിയാൽ മതിയെന്നല്ലേ. ചിലരൊക്കെ രാത്രി കിടക്കുമ്പോൾ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, രാവിലെ എഴുന്നേക്കാതിരുന്നേ മതിയായിരുന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കൃത്യസമയത്ത് തന്നെ എഴുന്നേക്കുന്നു. ഉറക്കത്തിൽ നിന്നും നാം എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വേദം പറയുന്നു. നിങ്ങൾ വെച്ചാൽ 6 ക്ലോക്ക് അല്ല നിങ്ങളെ ഉണർത്തുന്നത്. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത്. അതാണ് നിങ്ങളെ തട്ടി ഉണർത്തുന്നത്. പുനശ്ച ജന്മാന്തര കർമ്മയോഗ. നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നാം ഉണർന്നേ പറ്റുകയുള്ളൂ. വീണ്ടും കർമ്മങ്ങളെ ചെയ്യുന്നു, തളരുമ്പോൾ വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും ഉണരുന്നു, വീണ്ടും ഉറങ്ങുന്നു. ഇങ്ങനെ കുറെ കാലം ആവർത്തിച്ച് ഉണർന്നും ഉറങ്ങിയൊക്കെ കഴിയുമ്പോൾ ഇനി ഇവിടെ ഉണർന്നിട്ട് കാര്യമില്ല എന്നറിയും. പിന്നെയോ വേറെ എവിടെയെങ്കിലും പോയി ഉണരും. നമ്മളതിനെ മരിച്ചു, വേറെ സ്ഥലത്ത് ജനിച്ചു എന്ന് പറയും. അത്രേ ഉള്ളൂ. അവിടെയും തുടരുക തന്നെ. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് പുനശ്ച ജീവ സ്വവിധി പ്രബുദ്ധ. പുനശ്ച ജീവ സ്വവിധി പ്രബുദ്ധ. വീണ്ടും അവിടെ പോയി ഉണരുന്നു ജീവൻ. ഉറങ്ങുന്നു, ഉണരുന്നു. ഇങ്ങനെ നാം അനന്ത സുഖത്തിലെത്തുന്നു. അപ്പോ എല്ലാവരും അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് അനന്തപത്മനാഭന്മാരാണ്. ഉറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആളെ ചവിട്ടിയാൽ തൊട്ട് തലയെ വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലേ.
കാരണം അവിടെ ഞാനില്ല. അനന്തപത്മനാഭന്മാരാണ് കിടക്കുന്നതേ. നമ്മൾ ഓടിപ്പോകുമ്പോൾ ആരെങ്കിലും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ മറികടക്കാൻ പോലും പാടില്ല. അവരെ മറികടക്കരുത്. കാരണം അദ്ദേഹത്തിന് അഹങ്കാരമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തെ മറികടന്നാലോ ഈശ്വരനെ മറികടക്കുന്ന പോലെയാണ് അല്ലേ? ഇനിയിപ്പോ ഉറക്കം നടിച്ച് കിടക്കുവാണെങ്കിൽ ഒരു ചവിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ചിലർ അങ്ങനെയുണ്ടല്ലേ, അത് വേണ്ട, ഉറങ്ങുകയാണെങ്കിൽ. ഇപ്പൊ വേദം പറയുന്നു, ഉറങ്ങുന്ന ഒരാള് പണ്ഡിതോ അപണ്ഡിതോ ഭവതി. ഒരു പണ്ഡിതൻ പണ്ഡിതനല്ലാതായിത്തീരുന്നു. രാജാരാജോ ഭവതി. രാജാവ് രാജാവല്ലാതായിത്തീരുന്നു. സിംഹവും നരിയും കൊതുകുമൊക്കെ അതല്ലാതായിത്തീരുന്നു. അവയുടെ എല്ലാ വ്യക്തിത്വങ്ങളും ഇല്ലാതായിത്തീരുന്നു. അവശേഷിക്കുന്നത് സത്യം മാത്രം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അനന്തമായ സത്യത്തെ അനുഭവിക്കുന്നവരാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ അറിയുന്നില്ല. വാസ്തവത്തില് ഉറക്കത്തിൽ ഇത്രയും സുഖം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നയാൾ ഇല്ലാതാവുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് നിങ്ങൾക്ക് അനന്തസുഖം അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുപോലെ നാം ഭഗവാനെ അറിയണം എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നിടത്തോളം കാലം അദ്ദേഹത്തെ അറിയാൻ സാധിക്കില്ല. നിങ്ങൾ എപ്പോഴാണോ ഇല്ലാതാവുന്നത്, നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാവുന്നത്, അപ്പോൾ മാത്രമേ അദ്ദേഹത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭാവത്തിൽ മാത്രമേ ഈശ്വരന്റെ സാന്നിധ്യം മനസ്സിലാവുകയുള്ളൂ. ഉറക്കത്തിൽ നാം ഉണ്ട്, പക്ഷേ നാം അപ്പോൾ അജ്ഞാനത്തിലാണ്, അവശതയിലാണ്. അതുകൊണ്ട് നമുക്കതിന്റെ മഹത്വം അപ്പോൾ അറിയുന്നില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഉറക്കത്തിൽ നാം അനുഭവിക്കുന്നതായ അനന്തമായ സുഖം മനുഷ്യന്റെ സഹജമായ ആനന്ദമാണ്. അതിനെ നമുക്ക് ഉൾക്കൊള്ളാം. അപ്പോ അതാണ് ഇവിടെ പറയാൻ പോകുന്ന ആശയങ്ങളൊക്കെ. ഇനി അറിഞ്ഞ തലത്തിൽ നിന്നും അറിയാത്ത തലത്തിലോട്ട് നയിക്കുന്ന അല്ലേ, അതാണ് ഇനി കാണാൻ പോകുന്നത്. നമുക്ക് ഉറക്കത്തിന്റെ കാര്യം തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഈ തലം വെച്ച് നമുക്കിനി അറിയാത്ത തലത്തിലേക്ക് നമുക്ക് പോവാം. ഉണർന്നിരിക്കുമ്പോഴും ആ ആനന്ദത്തെ എങ്ങനെ അറിയാം? ഇപ്പോൾ എവിടെയെങ്കിലും വിദൂരമായൊരു സ്ഥലത്ത് നമ്മൾ പോയി, നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ വീട് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ഫോൺ ആ സമയത്ത് തകരാറായിപ്പോയി, അല്ലെങ്കിൽ റേഞ്ച് ഇല്ല. അപ്പൊ നമ്മൾ ആ ഗ്രാമത്തിലെത്തിയ ഒരാളോട് അഡ്രസ്സ് കാണിച്ചിട്ട് ചോദിച്ചു, ഇന്നയാളുടെ വീട്. അപ്പൊ അയാള് ഈ ചില സ്ഥലത്തൊക്കെ അഗ്രഹാരങ്ങളിലൊക്കെ കണ്ടില്ല, നിരത്തിയ വീട് വെക്കുക. അപ്പൊ അയാൾ ദൂരെയൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഇത് അങ്ങറ്റത്ത് കാണുന്ന ആ വീടില്ലേ, അതിന്റെ മുമ്പിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന്റെ അടുത്ത് നോക്കുമ്പോ ഒരു കാക്ക അവിടെ ഇരിപ്പുണ്ട്. ആ കാക്ക ഇരിക്കുന്ന ആ പോസ്റ്റിന് മുമ്പിലുള്ള വീട് തന്നെയാണോ? അയാൾക്ക് അനുഭവം. അങ്ങനെ അയാൾ നടന്ന് എത്താറായപ്പോ കാക്ക പറഞ്ഞ അടുത്ത പോസ്റ്റിൽ പോയിരുന്നു. അയാൾ കാക്കയുടെ പിന്നാലെ പോവോ? കേവലം ഒരു അടയാളം മാത്രമായിരുന്നു അല്ലേ? ആദ്യം കാക്ക ഇരുന്ന സ്ഥലം ഫിക്സ് ചെയ്യാനുള്ള സാമാന്യ വിവേകം അയാൾക്ക് ഉണ്ടാവണം. അപ്പോ ഭഗവാൻ വാക്കുകളെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നറിയുന്ന തലം എന്താണ്? ഇക്കാണുന്ന പ്രപഞ്ചം നമുക്കൊക്കെ അറിയാം. അതുപോലെ ചുറ്റും പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതൊക്കെ വ്യാവഹാരിക തലത്തിൽ യാഥാർത്ഥ്യം തന്നെയാണ്. ഓരോ ജീവിക്കും അവരുടേതായ അനുഭവ മണ്ഡലങ്ങളുണ്ട്. അതിനാൽ സർവത പാണിപാദം തത്. ഭഗവാൻ മെല്ലെ തന്റെ അഡ്രസ് പറഞ്ഞു തരാൻ തുടങ്ങുകയാണ്. ഇതാണ് ഞാൻ, സർവത പാണി, സർവതോക്ഷി ശിരോമുഖം. എല്ലായിടത്തുമുള്ള കണ്ണുകൾ, എല്ലായിടത്തുമുള്ള ശിരസ്സുകൾ, എല്ലായിടത്തുമുള്ള മുഖങ്ങൾ, എല്ലായിടത്തുമുള്ള ചെവികൾ, ഇങ്ങനെ സർവ കണ്ണുകളിലൂടെയും സർവ ശിരസ്സുകളിലൂടെയും സർവ ചെവികളിലൂടെയും സർവമാവൃത്യ തിഷ്ഠതി. അദ്ദേഹം സ്പന്ദിക്കുന്നു.
അങ്ങനെ സകല ശരീരങ്ങളിലൂടെയും സ്പന്ദിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശിരസിലുണ്ട്, എന്റെ ശരീരത്തിലുണ്ട്, എന്റെ കണ്ണിലും മൂക്കിലും ഒക്കെ ഉണ്ടല്ലേ. ഇതാണ് ഇന്ന് അറിയുന്ന തലം. ഇവിടെ കാണുന്ന സമസ്ത ശരീരങ്ങളും പ്രവർത്തിക്കുന്നത് അതിന്റെ പിന്നിലൊരു മഹത് വൈഭവമുള്ളത് കൊണ്ടാണ്. ഈ കണ്ണെന്ന് പറയുന്നത് കേവലം ഒരു സ്ട്രക്ചർ മാത്രമാണല്ലേ. അതിന് ദർശനശേഷി ഉണ്ടാവുന്നത് അതിന് പിന്നിലൊരു ഘടകം ഉള്ളത് കൊണ്ടാണ്. ചെവി എന്ന ഈ ഘടനയ്ക്ക് പ്രവർത്തനശേഷി നൽകുന്നത് ആ ചെവിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഘടകമുള്ളത് കൊണ്ടാണ്. ഈ ലൈറ്റ് പ്രകാശിക്കുന്നത് അതിൽ നിന്നും ഭിന്നമായ ഒരു പ്രവർത്തന ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അറിയുന്ന തലത്തിൽ നിന്ന് നമ്മൾ അറിയാത്ത തലത്തെ അറിയാൻ പോവുകയാണ്. നമ്മുടെ മുഴുവൻ ഇന്ദ്രിയങ്ങളും പ്രവർത്തന യോഗ്യമാവുന്നത് അതിൽ നിന്നും ഭിന്നമായ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ്. ഓർക്കുക, ആ ശക്തിയുടെ സാന്നിധ്യത്തിൽ, ആ സാന്നിധ്യമുള്ളപ്പോൾ അതിനെ അറിയണം. അല്ലെങ്കിൽ മഹദീവിനഷ്ടി, വലിയ നഷ്ടമാണ്. ഇതാണ് ഭഗവാൻ നമ്മളോട് നൽകുന്ന ആഹ്വാനം. എല്ലാ മനുഷ്യരും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വില അറിയുക. ഇപ്പോൾ നാം ജീവിക്കുന്നു, നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, അപ്പോൾ അറിയണം അതിന്റെ വില. പക്ഷെ എത്രയോ പേര് അറിയാൻ പോലും ശ്രമിക്കുന്നില്ല. നമ്മൾ ഓരോ ദിവസവും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ നമ്മളൊക്കെ ആഘോഷിക്കൂല്ലേ, സന്തോഷപൂർവ്വം മിഠായി വിതരണം, കേക്ക് വിതരണം ഒക്കെ ചെയ്യും. പക്ഷെ ഓർമ്മിക്കൂ, ആ സന്തോഷത്തിന്റെ ഇടയിലും ഓർമ്മിപ്പിക്കൂ, നമുക്ക് മുന്നോട്ടുള്ള, നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ഒരു വർഷം കൂടെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും നാം അതിന്റെ മഹത്വത്തെ അറിഞ്ഞു മുന്നേറണം. അതല്ലെങ്കിൽ മഹദീ വിനഷ്ടി എന്ന് വേദം പറയുന്നു. അതിനെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ ശിരസ്സുകളിലൂടെയും കണ്ണുകളിലൂടെയും പ്രവർത്തിക്കുന്നതാണ് ഈ ഈശ്വരൻ. എല്ലാ ശിരസ്സുകളിലൂടെയും ഈശ്വരൻ ഒരു പ്രത്യേക ഇടത്തോ പ്രത്യേക രൂപത്തിലോ അല്ല, അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ അതിഗംഭീരമായിട്ട് ഇതിനെ വർണ്ണിക്കുന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ. ഇങ്ങനെ ആയിരക്കണക്കിന് അവയവങ്ങളോട് കൂടിയത്. ഇതൊക്കെ ഒരു പ്രതീകം മാത്രമാണേ, അല്ലാതെ ആയിരക്കണക്കിന് കണ്ണും ശിരസും ഒക്കെ ഉള്ള ഒരു രൂപം നമ്മൾ മനസ്സിൽ കാണരുത്. ഈ വേദ പുരാണങ്ങളിലൊക്കെ നമ്മൾ ഈ ഓരോ പ്രതീകങ്ങൾ, ഇപ്പൊ ചതുർഭുജനായ ബ്രഹ്മാജി, ഇത് 4 ശിരസ്സുള്ള ബ്രഹ്മാജി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ജലദോഷമൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരെണ്ണം ഉണ്ടായിട്ട് നമുക്ക് ആകെ പറ്റുന്നില്ലേ? അപ്പൊ എന്തിനാ നാൻമുഖത്തിന്റെ തത്വം എന്താണ്? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നതിന്റെ റെപ്രസെന്റേഷൻ ആണില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കണ്ണുകൾ, കാതുകൾ ഒക്കെ നമുക്കറിയാം. അവയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് അറിഞ്ഞാലും, അതുകൊണ്ട് നമ്മുടെ എല്ലാ അവയവങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. സർവദ പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. ഈ 14 മുതലുള്ള ശ്ലോകങ്ങൾ ബൈഹാർട്ടാക്കി വെക്കണേ. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്തുതികളാണ്, ഭഗവാന്റെ സൂചനകളാണ്. 15 സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃ ച സർവേന്ദ്രിയ ഗുണാഭാസം
സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃക്ഷൈവ നിർഗുണം ഗുണഭോക്തൃ സർവേന്ദ്രിയ ഗുണാഭാസം, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതും, എന്നാൽ സർവേന്ദ്രിയ വിവർജിതം, ഇന്ദ്രിയങ്ങൾ ഒന്നുമില്ലാത്തതും, അസക്തം, ഒന്നിനോടും ചേരാത്തതും, സർവഭൃക്ഷ ഏവ, എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതും, നിർഗുണം ഗുണഭോക്തൃശ, ഗുണങ്ങളൊന്നുമില്ലാത്തതും, എന്നാൽ ഗുണങ്ങളെയൊക്കെ അനുഭവിക്കുന്നതുമാവും. നേരത്തെ പറഞ്ഞില്ലേ, പരസ്പര വിരുദ്ധം ഓരോന്നും പറയുന്നത്. സർവ ഇന്ദ്രിയങ്ങളിലും അദ്ദേഹം അവയുടെ കാര്യശേഷിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നത് ഗുണാഭാസമായിട്ടാണ്, സർവേന്ദ്രിയ ഗുണാഭാസം. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നത്, നിങ്ങളുടെ ചെവിയിലെത്തുന്നത് ഗുണാഭാസമായിട്ടാണ്. നാം രുചിക്കുമ്പോൾ അനുഭവിക്കുന്ന ചവർപ്പോ മധുരമോ പുളിയോ ഒക്കെ അതിൻ്റെ ഗുണാഭാസമാണ്. ഞാൻ നിങ്ങളെ കാണുന്നത് കണ്ണിന്റെ ആഭാസമാണ്, അതിന്റെ പ്രവൃത്തിയാണ്. സർവേന്ദ്രിയ ഗുണാഭാസം. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഉള്ള നില സർവേന്ദ്രിയ വിവർജിതം, അതേസമയം എല്ലാത്തിൽ നിന്നും വിഭിന്നവുമാണ്. വിവർജിതം. വൈദ്യുതി ഇവിടെ ശബ്ദമായിട്ട് വരുമ്പോൾ ശബ്ദം വൈദ്യുതിയുടെ ഗുണാഭാസമാണ്. പ്രകാശം വൈദ്യുതിയുടെ ഗുണാഭാസമാണ്. ഹീറ്ററിലെ അല്ലെങ്കിൽ അയൺ ബോക്സിലെ ചൂട് വൈദ്യുതിയുടെ ഗുണാഭാസമാണ്. AC-യിലെ തണുപ്പ് വൈദ്യുതിയുടെ ഗുണാഭാസമാണ്. വൈദ്യുതി ചൂടുമല്ല, തണുപ്പുമല്ല, വെളിച്ചവുമല്ല, ഇരുട്ടുമല്ല. അതൊക്കെ വൈദ്യുതിയുടെ ആഭാസമാണ്. ഇനി ഈ വൈദ്യുതി അങ്ങോട്ട് ഓഫായി ചെയ്താലോ? സർവേന്ദ്രിയ വിവർജിതം, അതെല്ലാത്തിൽ നിന്നും അകലുന്നു. അപ്പോ കണ്ണും മൂക്കും നാക്കും ത്വക്കും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ശബ്ദം, രൂപം, രസം, ഗന്ധം ഒക്കെ അനുഭവിക്കുന്നു. ഇതൊക്കെ ഇന്ദ്രിയ ആഭാസങ്ങൾ. ഉറങ്ങുമ്പോഴോ സ്വിച്ച് ഓഫ്, സർവേന്ദ്രിയ വിവർജിതം. നിങ്ങൾ വിളിച്ച നമ്പർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ? തൽക്കാലം അത് പ്രവർത്തനം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്, പ്രതികരിക്കാത്തത്? സർവേന്ദ്രിയ വിവർജിതം. അദ്ദേഹം ഇപ്പോൾ അറ്റൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അസക്തം, എന്നാൽ ഒന്നിനോടും ഒരു ബന്ധവുമില്ല, ഒട്ടലുമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി പ്രവർത്തിക്കാതിരുന്നാൽ അയ്യോ, ഇദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഞാൻ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന വിഷമം ഭഗവാനില്ല. അസക്തം, ഒരൊട്ടലും ഇല്ല. ഇപ്പൊ അങ്ങോട്ട് കറണ്ട് പോയെന്ന് വിചാരിക്കുക, ആകെ ബുദ്ധിമുട്ടാവല്ലേ? എനിക്ക് നിങ്ങൾക്കൊക്കെ ശബ്ദം നിലയ്ക്കും. ഈ ക്ലാസ് കഴിയുന്നത് വരെ ശബ്ദം കൊടുക്കാമെന്ന് വൈദ്യുതിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാൽ എവിടെയൊക്കെ വൈദ്യുതീകരണം നടന്നിട്ടുണ്ടോ അതിനെയൊക്കെ താങ്ങി നിർത്തുന്നത് ആരാണ്? വൈദ്യുതി. സർവഭൃക്ഷൈവ, അതുപോലെ സകല ജീവജാലങ്ങളും എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഈശ്വരൻ ആ അനുഭവ മണ്ഡലങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്നു. സർവത്തിൻ്റെയും ആധാരമായിക്കൊണ്ട്. പക്ഷെ നമ്മളതിനെ അറിയുന്നില്ല. അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ
നമ്മുടെ സമസ്ത അനുഭവങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. വളരെ അപൂർവമായിട്ടേ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ. നാം കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ലല്ലോ. ആ അവസ്ഥയാണ് നിർഗുണം. കണ്ണു തുറക്കുമ്പോൾ ഗുണഭോക്തൃശ. അപ്പൊ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവയുടെ ഫലം നാം കാണുന്നു. അവ പ്രവർത്തിക്കാത്ത സമയം അവിടെ നിന്നാണ് ഉണ്ട്. ആ അവസ്ഥയാണ് ശാന്തമായ നമ്മുടെ അവസ്ഥ. ഉറങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ നിർഗുണമാണ്. ഉണർന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ പല വിധത്തിലുള്ള ഗുണങ്ങളിലൂടെ പോകുന്നു. ഗുണം, സഗുണം, നിർഗുണം അല്ലേ? ഇപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ പൊതുവെ ശ്രീകോവിലൊക്കെ എന്താ പറയാ, ഇരുട്ടാണല്ലേ? കൃഷ്ണശിലയും കൂടി ആയിരിക്കും. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയാണ്? വളരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി. അലങ്കാരങ്ങളും ചന്ദനക്കാപ്പും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഓ, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് വ്യക്തമായി. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പൊ അലങ്കാരത്തോട് കൂടിയിരിക്കുമ്പോൾ അത് സഗുണമോ എന്നും, അലങ്കാരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നിർഗുണം എന്നും വേണേൽ പറയാം. അതുകൊണ്ട് രണ്ടും കൂടെ സമന്വയിച്ച ഒരു ഭാവം അതാണ് പൊതുവെ ഉള്ളത്. നോർത്തിലൊന്നും അങ്ങനെയല്ലേ? അവിടെ ലൈറ്റും ഫാനും ഫ്ലഡ് ലൈറ്റും ഒക്കെ ഉണ്ടാവും. നമുക്കൊരു പക്ഷേ പോയി കഴിഞ്ഞാൽ ഒരു മ്യൂസിയത്തിൽ പോകുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും അല്ലേ? കാരണം നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് അതിൻ്റെതൊരു പവിത്രതയുണ്ട്. അത് താന്ത്രിക വിധി അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാരായണത്തിൽ പറഞ്ഞത് അസ്പഷ്ടം ദൃഷ്ടമാത്രേ. ഓരോ പ്രാവശ്യം ദർശിക്കുമ്പോഴും കണ്ടില്ല 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 എന്ന് തോന്നണം. അപ്പോഴാണ് വീണ്ടും കാണണം തോന്നുന്നത് അല്ലേ? അല്ലെങ്കിലോ കണ്ടു കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോവാം. ജീവിതകാലം മുഴുവൻ നമുക്കിനെ ദർശിക്കുവാനുള്ള കൊതി നിലനിർത്തണം. സത്യത്തിനോടുള്ള അഭിനിവേശം നിലനിർത്തണം. അപ്പോ അത് സത്യപ്രാപ്തിയല്ല. വാസ്തവത്തില് സത്യപ്രാപ്തിക്കുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ഒരു ആദർശത്തിലും അങ്ങോട്ട് എത്താൻ പാടില്ല. ആദർശത്തെ എപ്പോഴും മുന്നിലേക്ക് നിർത്തുക വേണ്ടത്. എന്നിട്ടോ ആദർശത്തിലെത്തുക ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ ശ്രമമാണ് ശരിക്കും പൂർണ്ണത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ, എത്തിക്കഴിഞ്ഞു കേട്ടോ, ഇനിയൊന്നും ചെയ്യാനില്ല, പിന്നെ മടിയൊക്കെ വരും, ആലസ്യം വരും. അപ്പൊ ലക്ഷ്യത്തെ എപ്പോഴും എന്ത് ചെയ്യണം? ഉയർത്തി നിർത്തണം. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഭഗവാൻ ഒരേ സമയം നിർഗുണവും അതേസമയം സഗുണവുമാണ്. എല്ലാത്തിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു, അതേസമയം എല്ലാത്തിൽ നിന്നും മാറിയും നിൽക്കുന്നു. അസക്തം, ഒന്നിനോടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് താല്പര്യമുണ്ടാവുന്നില്ല. വൈദ്യുതി അങ്ങനെയല്ലേ? അത് നമുക്ക് ആഹാരം വെച്ച് പാകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതേസമയം ശ്രദ്ധാപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ പാകം ചെയ്ത് കളയും അല്ലേ? വൈദ്യുതിക്ക് ഒരു കുഴപ്പമില്ല, ദുഃഖവും സന്തോഷവും ഒന്നുമല്ല. കൊണ്ട് എന്ത് വന്നാലും അതതിൻ്റെ ധർമ്മം ചെയ്യും. നിർഗുണം ഗുണഭോക്തൃശ. ഒരേ സമയം സഗുണവുമാണ്, എന്നാൽ ഗുണാതീതവുമാണ്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃക്ഷൈവ നിർഗുണം ഗുണഭോക്തൃശ. 16. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച
സൂക്ഷ്മത്വാത്തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തദാ തത് ഭൂതാനാം അത് ഭൂതങ്ങളുടെ ബഹിഹി അന്തഃ ച പുറത്തുമുണ്ട് അകത്തുമുണ്ട് അചരം ചരം ച അത് സ്ഥാവരവുമാണ് ജംഗമവുമാണ് സൂക്ഷ്മത്വാത് അത് സൂക്ഷ്മമായതിനാൽ തത് അവിജ്ഞേയം അതിനെ അറിയുവാൻ പറ്റില്ല തത് ദൂരസ്ഥം അത് അങ്ങ് ദൂരെയായതിനാൽ അന്തികേച്ച അത് ദൂരെയുമാണ് അതേസമയത്ത് തന്നെ ഇവിടെയാണ് അടുത്തുമാണ് സമസ്ത ഭൂതജാലങ്ങളുടെയും വെളിയിലും അകത്തും ഞാൻ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് എവിടെയാ ഈശ്വരൻ അതുള്ളിലുമുണ്ട് വെളിയിലുമുണ്ട് അദ്ദേഹമില്ലാത്തതായ സ്ഥലമില്ല അതിനാൽ ഭഗവൻ സർവവ്യാപ്തമാണ് വേറൊരു വിധത്തിൽ അതിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഉള്ളിലും വെളിയിലും ചരം അചരം ചലിക്കുന്നതും ചലിപ്പിക്കാത്തതും വൃക്ഷങ്ങളൊക്കെ സ്ഥാവരങ്ങളാണ് അല്ലേ ചലിക്കാത്തതാണ് അതേ സമയത്ത് ചലിക്കുന്നത് ഞാനാണ് മരണം വരെ ഈ വിചലനം തുടരുന്നു നമ്മുടെ ധമനികളിൽ രക്തം പ്രവഹിക്കുന്നു കഴിച്ച ആഹാരമൊക്കെ ദഹിക്കുന്നു ശ്വാസോച്ഛ്വാസം നടക്കുന്നു ഇതൊക്കെ സദാസമയവുമുള്ള ചലനങ്ങളാണ് ഇതൊക്കെ എങ്ങനെ ആരുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് ഒരേ സമയം ഭഗവാൻ ചരവുമായിട്ടും അചരവുമായിട്ടും ഇരിക്കുന്നു നമ്മുടെ സ്വപ്നത്തിൽ അചരമായ ഗംഗയും ചരമായ ഗംഗാപ്രവാഹവും കാണുന്നു ഇത് രണ്ടും നമ്മൾ തന്നെയാണല്ലേ സ്വപ്നഭൂമിയിലെ ചരവും അചരവും ഒക്കെ നമ്മൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അദ്ദേഹം തന്നെയല്ലേ ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവച സൂക്ഷ്മത്താ തദവിജ്ഞേയം അത് അത്യന്തം സൂക്ഷ്മമായതിനാൽ അതിനെ അറിയുവാൻ സാധിക്കുകയില്ല എന്നാ പിന്നെ ഈ കാര്യം കൂടെ നേരത്തെ പറഞ്ഞാൽ പോയായിരുന്നോ ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ അവസാനം പറയാനും അറിയാൻ സാധിക്കില്ലെന്ന് എല്ലാം ആരാണോ അറിയുന്നത് ആ ആളെ അറിയാൻ സാധിക്കില്ല നമ്മിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരിക്കലും ഈശ്വരനെ അറിയാൻ സാധിക്കുകയില്ല ഈശ്വരനെ അറിയുന്ന നിമിഷം നാം ഇല്ലാതാവും അഹങ്കാരം അപ്രത്യക്ഷമാവുമ്പോഴേ ഈശ്വരൻ പ്രത്യക്ഷമാവുകയുള്ളൂ സ്വപ്നം അവസാനിക്കുമ്പോഴാണ് ഉണരുന്നയാളുണ്ടാവുക സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് ജാഗ്രതയിലേക്ക് നമുക്ക് വരാൻ പറ്റുകയില്ല സ്വപ്നം കാണുകയും വേണം ഒരുറക്കം കഴിഞ്ഞ് ബാക്കി സ്വപ്നം കാണാമെന്ന് പറ്റുമോ ജാഗ്രതയിൽ വരികയും വേണം സ്വപ്നത്തിലെ ആള് സ്വപ്നം കണ്ടുകൊണ്ട് ജാഗ്രതയിലെ ആൾക്ക് ക്ഷയിക്കാൻ കൊടുക്കാൻ പറ്റുമോ ആ കൈ വേറെ ഈ കൈ വേറെ അല്ലേ അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഭഗവത് തത്വം അവിജ്ഞേയം സൂക്ഷ്മത്വാത് അത്യധികം സൂക്ഷ്മമായിട്ടുള്ളതിനാൽ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല നാവ് കൊണ്ട് രുചിക്കാൻ പറ്റില്ല മനസ്സുകൊണ്ട് സ്നേഹവും വെറുപ്പും ഒക്കെ അറിയുന്നത് പോലെ സാധിക്കുകയില്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒന്നുകൊണ്ടും നമുക്കറിയാൻ സാധിക്കുകയില്ലെങ്കിൽ പിന്നെ അത് ഉണ്ട് എന്ന് എങ്ങനെ അറിയുക അങ്ങനെയൊന്നും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ഒക്കെ ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അതിനാൽ ഭഗവത് തത്വം
അത്യധികം സൂക്ഷ്മമായിട്ടുള്ളതിനാൽ നമ്മിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനെ അറിയാൻ സാധിക്കുകയില്ല. അതുപോലെ ദൂരസ്ഥം അന്തികേച്ചതത്, അത് ഏറ്റവും ദൂരത്താണ്, അതേസമയം ഏറ്റവും അടുത്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പൊ എന്താ തോന്നുക? ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. കാരണം ഉപനിഷത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതേ. അത്യധികം ദൂരത്തും അടുത്തും എന്ന് പറയുമ്പോൾ ഒരേ സമയം അദ്ദേഹം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുക. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ശക്തിസ്രോതസ്സായ സൂര്യൻ 12 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അപ്രത്യക്ഷമാവും. എന്നാൽ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ശക്തി എല്ലായിടത്തും എപ്പോഴും ഉണ്ട്. ദൂരസ്ഥം അന്തികേശതത്, അത് ദൂരെയുമുണ്ട് അടുത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ദൂരത്തുമുണ്ട് അടുത്തുമുണ്ട്. ഈ ദൂരം അടുപ്പം എന്നുള്ളത് ദേശത്തിന്റെ ഒരു വ്യത്യാസം മാത്രമാണ്. അക്ഷരാർത്ഥത്തിലൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പൊ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് അമേരിക്കയിലാണ് താമസിക്കുന്നത്. പക്ഷെ എത്ര വിദൂരത്തിലാണെങ്കിലും നമുക്ക് അടുത്താണെന്ന് തോന്നാറില്ലേ? അതുപോലെ മനസ്സുകൊണ്ട് അത്രയും അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാള്, എന്നാല് നമ്മളെയുടെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടും ഒക്കെ ഒരാള് തൊട്ട് മതിലിന്റെ അപ്പുറം താമസിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വിദൂരത്തിലുമാണ് അല്ലേ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അതുപോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുമ്പോൾ ഈശ്വരനെ നാം ഇവിടെയും എല്ലായിടത്തും ദർശിക്കുന്നു, എല്ലാമായും ദർശിക്കുന്നു. അതാ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാക്കുകളല്ലേ? ഒരുപക്ഷെ പണ്ട് അദ്ദേഹം സാന്ദീപിനി മഹർഷിയുടെ കീഴിൽ 64 ദിവസം വിദ്യ പഠിക്കാൻ അദ്ദേഹം പോയിട്ടുണ്ട്. അന്ന് ഗുരുകുലത്തിൽ നീട്ടിയതായിരിക്കും. കാരണം ഉപനിഷത്ത് വാക്കുകളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെ നമ്മൾ രാവിലെ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? അപ്പൊ വൈദിക സാഹിത്യത്തിലെ പദങ്ങളാണ്. ദൂരാത് അന്തികേശ, അത് ദൂരെയുമാണ് ഏറ്റവും അടുത്തുമാണ്. എങ്ങനെ? വൈരുദ്ധ്യ ഭാഷയിലാണ് വേദത്തിൽ ഈശ്വരനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധി സാപേക്ഷിക തലത്തിൽ നിന്നും പൂർണ്ണ തലത്തിലേക്ക് സഞ്ചരിക്കുകയുള്ളൂ. അത് ഒരേ സമയം ദൂരെയുമാണ് അടുത്തുമാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് പ്രസ്താവിക്കുകയാണ്. അപ്പൊ നമുക്കിനി പ്രാർത്ഥിക്കണോ? ഭഗവാനേ, എൻ്റെ മോനെ രക്ഷിക്കണേ, അവൻ ആ മരുഭൂമിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ആരുമില്ല തുണ. അദ്ദേഹം നമ്മെ വീക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ദുഃഖം കേട്ടുകൊണ്ട് നമ്മുടെ അടുത്തുണ്ടെന്ന വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഓർമ്മിക്കൂ, ദൂരെയുള്ള മകനെ വീക്ഷിച്ചുകൊണ്ട് ഒരേ സമയം അവിടെയും ഇരിക്കുന്നുണ്ട്. സമാധാനമായില്ല പിന്നല്ലേ? നമ്മുടെ സത്പ്രവർത്തി കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക, അഹങ്കാരമില്ലാതെ. അപ്പൊ നമുക്ക് ദൂരെ അധികം എല്ലാം കാണാൻ പറ്റും അദ്ദേഹത്തെ. അതേ ഉള്ളൂ. പിന്നെയോ ഇതൊക്കെ പഠിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വം തദ വിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. തുടർന്ന് 17. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭ വിഷ്ണു ച. അവിഭക്ത
അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച ജ്ഞേയം തത് അറിയപ്പെടേണ്ടതാണത്. അവിഭക്തം ച അവിഭക്തമാണെങ്കിലും വിഭക്തം ഇവ വിഭക്തമെന്നതുപോലെ സ്ഥിതം ഇരിക്കുന്നതുമാണ്. ഭൂതഭർതൃ ഭൂതങ്ങളെ ഭരിക്കുന്നതും ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ഗ്രസിപ്പിക്കുന്നതും പ്രഭവിപ്പിക്കുന്നതും അതുതന്നെ. അവിഭക്തം ഒരിക്കലും അത് ഖണ്ഡിക്കുവാൻ സാധിക്കാത്തത്. ഭഗവത് തത്വമെന്നാൽ ഭൂതേഷു ഞാനും നിങ്ങളും ശരീരതലത്തിൽ ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മൈക്കും ലൈറ്റും ഒക്കെയായി വൈദ്യുത ഉപകരണങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? എന്നാൽ ഇവയിലൊക്കെയുള്ള വൈദ്യുതി ഏകമാണ്. വൈദ്യുതിക്ക് പകരം പറയാൻ വേണമെങ്കിൽ വ്യത്യസ്തമായ വൈദ്യുതി ഉപകരണങ്ങളിലൊക്കെ ഞാൻ അവിഭക്തമാണ് അല്ലേ? നാമരൂപങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ, ഞാൻ ഒന്നാണ്. ഞാൻ വിഭജിക്കുവാൻ പറ്റാത്തതാണെങ്കിൽ കൂടി വിഭക്തമിവ വിഭജിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. ഒരേ സൂര്യനെ തന്നെ പല കണ്ണാടികളിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതായിട്ട് തോന്നാം അല്ലേ? പല ഷോപ്പിലൊക്കെ കാണുന്നില്ലേ? അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. അവിഭക്തമാണെങ്കിലും വിഭജിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. ഓർമ്മിക്കുക, വിഭക്തമിവ വിഭജിക്കപ്പെട്ടിട്ടില്ല പോലെ തോന്നുകയാണ്. വിഭക്തം ഇവ ഭൂത ഭർതൃ ഇക്കാണുന്ന സകല ചരാചരങ്ങളെയും ഭരിക്കുന്നു. ഭർത്ത എന്നാൽ ഭരണകർത്താവ്. സമസ്തത്തിനെയും നയിക്കുന്നത് അദ്ദേഹമാണ്. മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ്. ഇത് വളരെ രസകരമായ രീതിയാണ്. അത്യത്ഭുതകരമാണ് ഭഗവാന്റെ പ്രപഞ്ച ഭരണം എന്ന് പറയുന്നത്. ഒരു നെൽമണി കൊണ്ട് നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് അതിൽ നിന്നും അസംഖ്യം നെൽമണികൾ കതിരായിട്ടുണ്ടായി വരുന്നു. ഭഗവാൻ സൂര്യന്റെ രൂപത്തിൽ നിന്നുകൊണ്ട് അതിന് ഉഷ്ണം കൊടുത്തുകൊണ്ട് അതിനെ പോഷിപ്പിക്കുന്നു. ചന്ദ്രന്റെ രൂപത്തിൽ നിന്നുകൊണ്ട് അതിനെ പോഷിപ്പിക്കുന്ന ഔഷധങ്ങളൊക്കെ നൽകുന്നു അല്ലേ? മഴയുടെ രൂപത്തിൽ ഓരോന്നോരോന്ന് നൽകിക്കൊണ്ട് അതിനെ വളർത്തിയെടുക്കുന്നു. ഒരു നാളികേരം അത് കുഴിച്ചിട്ടാൽ അത് മുളച്ചു വലുതായി അനേക നാളികേരങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ എന്താണ് അതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തത്? വൃത്തികെട്ട വെള്ളമൊക്കെ ആയിരിക്കും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അമൃത് പോലെയുള്ള ജലമാരാണ് നിറച്ചു വെച്ചിരിക്കുന്നതിന്റെ ഉള്ളില്. ഒരു മധുര നാരങ്ങ, ഒരു ഓറഞ്ച്, നമ്മളതിൻ്റെ തോട് പൊളിച്ചെടുക്കുന്നു. അതിൻ്റെ നാരുകളൊക്കെ മാറ്റി അതിൻ്റെ 10-12 അല്ലികൾ എടുത്തു. അപ്പൊ തോന്നി ഇപ്പൊ കഴിക്കണ്ട, അതിനെ അങ്ങോട്ട് പാക്ക് ചെയ്ത് വീണ്ടും വെച്ചേക്കാം. വീണ്ടും അതൊക്കെ വെച്ചു നാരനെയൊക്കെ വിട്ട് റീപാക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്ന് പാക്കിംഗ് ടെക്നോളജിയൊക്കെ വലിയൊരു ഗവേഷണ വിഷയമാണ്. സൂക്ഷ്മമായ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പല ദേശങ്ങളിലേക്കും ദൂരങ്ങളിലേക്കൊക്കെ പാക്ക് ചെയ്ത് അയക്കണം ഇല്ലേ? അതൊരു വലിയ വിഷയം തന്നെയാണ്. എന്നാൽ ഭഗവാന്റെ ഈ പാക്കിംഗ് ടെക്നോളജിക്ക് തുല്യമായ ഒരു ടെക്നോളജി എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഓരോ പഴങ്ങളും പുഷ്പങ്ങളും ഒക്കെ എടുത്തു നോക്കൂ. ഒരു മധുര നാരങ്ങയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു മാതള നാരങ്ങ നോക്കൂ, അതിന്റെ ആ അല്ലികളൊക്കെ ഓരോ അറകളിൽ വെച്ചിരിക്കുന്നു അല്ലേ? മാത്രമല്ല ഓരോന്ന് നമുക്ക് പറിച്ചെടുക്കാനുള്ള രൂപത്തില്
ഇപ്പൊ ഒരു തേങ്ങ അതിന്റെ എത്ര ഉയർത്തുന്ന, പക്ഷെ താഴെ ഇവിടെ പൊട്ടാതിരിക്കാൻ മെത്ത കൊടുത്തിരിക്കുകയാണ്. അതിന് സുരക്ഷിതമായിട്ട് തോട് കൊടുത്തിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ കാമ്പ്, മധുരമായ വെള്ളം. ഒരു ചക്ക പറിച്ച് താഴോട്ടിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാതിരിക്കാൻ ശക്തമായ മുള്ളുകൾ കൊടുത്തിരിക്കുന്നതിന്. എന്നാൽ ഒരു മാങ്ങയോ നമുക്ക് കൈ പറിച്ചെടുക്കാം, അല്ലെ നെറ്റിട്ട് പറിച്ചെടുക്കാം, അല്ലേ? വളരെ സോഫ്റ്റ് ആണത്. ഓരോ സൃഷ്ടിയിലും ഭഗവാന്റെ കരവിരുതുകൾ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഴമായാലും പുഷ്പമായാലും ഓരോന്നും കൊടും ചെളിയിലും മണ്ണില്, ആ വൃത്തികെട്ട ചെളിയിലാണ് ഒരു താമര വളർന്നു വരുന്നത്. പക്ഷേ ഉണ്ടാകുന്ന താമരപ്പൂവിന് സുഗന്ധം മാത്രമേ ഉള്ളൂ. ഒരു പനിനീർ ചെടിയിൽ വളമായിട്ട് നമ്മൾ ചാണകമാണ്, ദുർഗന്ധം വമിക്കുന്ന ചാണകമാണ് ഇട്ടത്. പക്ഷേ സുന്ദരമായ പനിനീർ ആ സുഗന്ധം പകർത്തുന്നു. ഇങ്ങനെ ഭഗവാന്റെ ഈ 9ാം അധ്യായത്തിൽ പറയുന്നില്ലേ, പശ്യമേ യോഗമൈശ്വര്യം. അർജുന, നീ കണ്ണു തുറന്നു നോക്കൂ, എന്റെ യോഗമൈശ്വര്യം, എന്റെ ചുറ്റുപാട് നോക്കാനാ പറയണതല്ലേ. ഓരോ സൃഷ്ടിയിലും നമ്മളിത് കാണണം. ഓരോ പഴങ്ങളിലും, ഓരോ പുഷ്പങ്ങളിലും, ഓരോ വൃക്ഷങ്ങളിലും, ഓരോ സസ്യങ്ങളിലും നമ്മളിത് കാണണം. ഇതാണ് ഭഗവാന്റെ ഭരണവൈഭവം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഭരണപാടവം ആലോചിക്കുമ്പോൾ നമുക്ക് നമസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ധ്യാനിക്കാൻ വേറെ വിഷയമല്ലോ വേണോ? മെഡിറ്റേഷൻ സീറ്റ് കയറി ഇരിക്കണോ? ഒന്നും വേണ്ട. എത്ര മനുഷ്യർ പ്രക്ഷുബ്ധമാവുമ്പോഴും കണ്ണടച്ചൊന്നിരിക്കുക, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ മാത്രം ശാന്തമാവും. ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനാൽ കാണുന്ന ചരാചരങ്ങൾ മുഴുവൻ അദ്ദേഹം ഭരിക്കുന്നു ഈ രൂപത്തിൽ. അതിനാല് തത് ജ്ഞേയം, അതിനെ അറിയണം. എങ്ങനെയാണ് അറിയേണ്ടത്? അറിയുവാൻ പറ്റില്ല എന്നറിഞ്ഞാലും. ഇത്രയും നാള് ഭഗവത്ഗീതയൊക്കെ കേട്ടിട്ട് അയ്യാ എന്നും ബുക്കൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ, എന്താ അറിഞ്ഞെന്ന് ആരെങ്കിലും ചോദിച്ചാലോ? അതെ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ അറിയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ അറിഞ്ഞു എന്നർത്ഥം. കുറച്ച് കഴിയുമ്പോൾ ഒരു ശാന്തി സമാധാനമൊക്കെ തന്നെ അനുഭവപ്പെടും. അല്ലാതെ ഒരാള് ഭഗവാനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ശ്ലോകം മുഴുവൻ അങ്ങോട്ട് കാണാതെ ചൊല്ലുക. സർവത പാണിപാദന്ത സർവദോഷ ശിരോമുഖം, അയാള് പറഞ്ഞ് നിർത്തിക്കോളാൻ പറയൂല്ലേ. അതേസമയം വിനയത്തോടുകൂടി ആ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലിയാൽ ഒരുപക്ഷെ അദ്ദേഹം പറയും, ഓ ഇദ്ദേഹത്തിന് എന്തോ മനസ്സിലായിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധിക്കും. നമ്മൾ ശ്രദ്ധിക്കപ്പെടുവാൻ യോഗ്യരാവണം. അതാണ്. കാരണം എത്ര സൂക്ഷ്മമായ വിഷയമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭൂത ഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ഗ്രസിഷ്ണു എന്ന് വെച്ചാല് സമസ്തത്തിനെയും ആഗിരണം ചെയ്യുന്നയാള്. പ്രഭവിഷ്ണു എല്ലാത്തിനെയും നിലനിർത്തുന്നയാള്. അപ്പൊ എല്ലാത്തിനെയും തന്നിൽ തന്നെ ആവിർഭവിപ്പിക്കുക, തന്നിലോട്ട് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യുക. ഈ സൃഷ്ടിയും സ്ഥിതിയും ലയവും മൂന്നും അദ്ദേഹത്തിന്റെ ധർമ്മങ്ങളാണ്. ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. 18ാമത്തെ ശ്ലോകം. ജ്യോതിഷാമപി തജ്ജ്യോതിഃ തമസഃ പരമുച്യതേ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം.
ജ്യോതിഷാമപി തജ്ജ്യോതിഃ തമസഃ പരമുച്യതേ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ജ്യോതിഷാമപി തജ്ജ്യോതിഃ, ജ്യോതിഷികൾക്കും ജ്യോതിസായത്. തമസഃ പരമുച്യതേ, തമസ്സിന് അപ്പുറമെന്ന് പറയപ്പെടുന്നു. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം, അത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ജ്യോതിഷാം അപി ജ്യോതി, എല്ലാ ജ്യോതിസുകളുടെയും ജ്യോതിസാണ് ഈശ്വരൻ. ഇവിടെ ജ്യോതിസ് എന്നാൽ നാം കാണുന്നതായ അഗ്നി, അതാണ് നമ്മുടെ ജ്യോതിസ്. തുടർന്ന് പ്രകൃതിയിലെ ജ്യോതിസ്, അതെന്താണ്? സൂര്യന്റെ പ്രകാശം, ചന്ദ്രന്റെ പ്രകാശം ഒക്കെ അല്ലേ? ഇതൊക്കെ ജ്യോതിസാണ്. വൈദ്യുതി, നാം അറിയുന്ന ജ്യോതിസ് ഇതൊക്കെയാണ്. ഇനി നാം അറിയുന്ന എല്ലാ ജ്യോതിസുകളുടെയും ജ്യോതിസാണ് ചൈതന്യം. അതുകൊണ്ട് വേദം പറയുന്നു, ജ്യോതിസിനെ ഇക്കാണുന്ന പ്രകാശം കൊണ്ടൊന്നും പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആരതി കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചൊല്ലുന്നത്? നതത്ര സൂര്യോ ഭാതിന ചന്ദ്രതാരകം. അതിനെ സൂര്യനും ചന്ദ്രനും ഒന്നും പ്രകാശിപ്പിക്കുന്നില്ല. എന്നാൽ ആ സൂര്യനും ചന്ദ്രനെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ആ അനുഗ്രഹം കൊണ്ടാണ്. അതൊക്കെ പ്രകാശിക്കുന്ന അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സൂര്യനിലെ തേജസ് സൂര്യന്റേതല്ല, ഈശ്വര ചൈതന്യമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ചൈതന്യം തന്നെയാണത്. ഇതേ ആശയമാണ് ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ഒക്കെ വിവരിക്കുന്നത്. ഏതാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേകിലം. ഏതൊരു തേജസ്സാണോ സൂര്യനിലുള്ളത്, ജഗദ്ഭാസയതേ അഖിലം. ചന്ദ്രമസി യച്ഛാഗ്നൗ, ഏതെന്നാണോ ചന്ദ്രനിലുള്ളത്, ഏതെന്നാണോ അഗ്നിയിലുള്ളത്. നോക്കൂ, വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഏതെന്നാണോ സൂര്യനിലെയും ചന്ദ്രനിലെയും അഗ്നിയെയും പ്രകാശം, തേജോ വിദ്ധിമാമകം, അതെന്റെ തേജസ്സാണെന്നറിഞ്ഞാലും. അതിനാൽ സൂര്യനിൽ ഊർജം നമ്മൾ സൗരോർജം എന്ന് പറയും. അഗ്നിയിലെ പ്രകാശവും ഊർജവും തെർമൽ എനർജിയും വാസ്തവത്തിൽ അവരുടേതല്ല, ഈശ്വരൻ്റെതാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ വാസ്തവത്തിൽ നമ്മുടേതാണോ? ടെലിഫോൺ ആക്ട് അനുസരിച്ച് അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ടാണ് ടെലിഫോൺ ബില്ല് കൊടുക്കുന്ന പോലെ ടെലിഫോൺ റെന്റും കൂടെ കൊടുക്കുന്നത്. നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനമായിരിക്കും, പക്ഷെ അതിന് വാടക കൊടുക്കുന്നു. അതുപോലെ സൂര്യനിലെയും ചന്ദ്രനിലെയും ഒക്കെയുള്ള തേജസ് അവരുടെ സ്വന്തമല്ല. അല്ലായിരുന്നെങ്കിൽ സൂര്യൻ മാസം തോറും ബില്ലയക്കുമായിരുന്നു അല്ലേ? പ്രപഞ്ചം ആരംഭിച്ചത് മുതൽ തന്റെ സേവനം വാച്ച് ചെയ്തുകൊണ്ട് ഒരാളുണ്ടെന്ന് സൂര്യൻ അറിയാം. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇവയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരവരുടെ സേവനം തന്നുകൊണ്ടേയിരിക്കുന്നു. തനിക്ക് ഈ ശക്തി തന്നിരിക്കുന്നത് തൻ്റേതല്ലെന്ന് സൂര്യൻ അറിയാം. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ സൂര്യൻ തന്റെ സേവനം എപ്പോഴും തുടരും. ചന്ദ്രൻ അഹങ്കാരമില്ലാത്തത് കൊണ്ട് ചന്ദ്രൻ ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ആ ശക്തി അവരുടേതല്ല.
തത്തേജോ വിദ്ധിമാമകം. അതിനാൽ എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും ജ്യോതിസാണ് ഈശ്വരൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര പ്രകാശമായിരിക്കും ഇല്ലേ? എല്ലാ ജ്യോതിസുകളുടെയും ജ്യോതിസ് എന്നൊക്കെ പറയുമ്പോ കണ്ണുകൊണ്ടൊന്നും നോക്കാൻ പറ്റാത്ത പ്രകാശമായിരിക്കില്ലേ? കണ്ണഞ്ചിപ്പിക്കുന്നതായ പ്രകാശം. അങ്ങനെ ധരിക്കണ്ട. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു തമസപരമുച്യതേ. ജ്യോതിസ് എന്നാൽ ഇരുട്ടിന് വിപരീതമാണ്. വെളിച്ചം. ഇരുട്ടുള്ളത് കൊണ്ടാണ് വെളിച്ചത്തെ നമുക്കറിയാൻ സാധിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇരുട്ടിന്റെ വെളിച്ചത്തിലാണ് വെളിച്ചം. ഒരു ക്ലാസ്സില് അല്ലെ നമ്മുടെ കുട്ടി ക്ലാസ്സിൽ ഒന്നാമനാണെന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയും. അങ്ങനെ പറയണമെങ്കിൽ ക്ലാസ്സിൽ ബുദ്ധിയില്ലാത്ത കുറെ കുട്ടികൾ ഉണ്ടാവണം ഇല്ലേ? എല്ലാവരും ഫുൾ A+കാരാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോ അതിന്റെ വെളിച്ചത്തിലാണ് ഇയാള് ബുദ്ധിമാൻ കേമനൊക്കെ പറയാ. അപ്പൊ വെളിച്ചമെന്ന് പറയുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ്, ഇരുട്ടിന്റെ സാന്നിധ്യത്തിലാണ്. ഇരുട്ടില്ലെങ്കിൽ വെളിച്ചമില്ല, ജനനമില്ലെങ്കിൽ മരണമില്ല. ഇതാണ് വൈവിധ്യ ലോകം എന്ന് പറയുന്നത്. ലാഭമില്ലെങ്കിൽ നഷ്ടം ഉണ്ടാവില്ല അല്ലേ? മാനത്തിന്റെ വെളിച്ചത്തിലാണ് അപമാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്യോതിസിന്റെയും ജ്യോതിസാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഭയങ്കരമായ പ്രകാശഗോളെന്ന് ധരിക്കരുതേ. അപ്പൊ ലൈറ്റ് പോയാലോ? അമാവാസിക്ക് ഭഗവാൻ ഇല്ലാതെ വരുമോ? ഈ പ്രകാശം ഇരുട്ടിന് വിപരീതമായ പ്രകാശമല്ല, ഇരുട്ടിനും അതീതമായ പ്രകാശമാണ്. ഭഗവാന്റെ പ്രഭ എന്നത് വെളിച്ചത്തിനും ഇരുട്ടിനും അപ്പുറമുള്ള പ്രകാശമാണ്. അതായത് ഏതൊന്നിന്റെ സാന്നിധ്യം കൊണ്ടാണോ ഇത് ഇരുട്ടാണെന്നും ഇത് വെളിച്ചമാണെന്നും അറിയുവാൻ സാധിക്കുന്നത്. രാത്രിയിൽ നമുക്ക് കറണ്ട് പോയി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ എവിടെ കാഴ്ചയുണ്ടോ അവിടെ കാണുന്ന പദാർത്ഥം പ്രകാശമെന്ന മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. പ്രകാശമില്ലെങ്കിൽ കാഴ്ച നടക്കുകയില്ല. വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ കാഴ്ച നടക്കുകയുള്ളൂ അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ലൈറ്റ് പോയാലോ അയ്യോ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. ഏത് ലൈറ്റിന്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത്? എങ്ങനെയാ ഒന്നും കാണുന്നില്ല എന്ന് പറയാൻ സാധിക്കുക? അതും കാഴ്ചയല്ലേ? ഏത് പ്രകാശത്തിലാണ് ഇരുട്ടിനെ അറിയാൻ കഴിയുക? അതാണ് ഭഗവാൻ. ഇരുട്ടിനെയും വെളിച്ചത്തെയും പ്രകാശിപ്പിക്കുകയും ഇരുട്ടിനും പ്രകാശത്തിനുമൊക്കെ അതീതമായിട്ടിരിക്കുന്നത്. അതെന്താണെന്ന് വാക്കുകൊണ്ട് പറയാനും പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ, ശബ്ദങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിശബ്ദതയുണ്ടാക്കാനുള്ളതാണ്. ആ നിശബ്ദത വന്നു കഴിഞ്ഞാൽ ജന്മത്തിന്റെ സാഫല്യമായി. അപ്പോഴേ ആവുകയുള്ളൂ. അതുവരെ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇരുട്ടിനെയും പ്രകാശത്തിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. അതുകൊണ്ട് ഇരുട്ടിനും അതീതമാണ്, പ്രകാശത്തിനും അതീതമാണ് ജ്ഞാനം. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞേയം, ഇതിനെയാണ് അറിയപ്പെടേണ്ട സത്യം എന്ന് പറയുന്നത്. ജ്ഞാനഗമ്യം, ജ്ഞാനത്തിലൂടെ എത്തിച്ചേരേണ്ടത് ഇതാണ്. നമ്മുടെ മഹത്തായ പൈതൃകത്തിൽ ഈശ്വരനെ നേടുവാനുള്ള മാർഗങ്ങൾ 3 മാർഗങ്ങളുണ്ടല്ലേ? ശ്രവണം, മനനം, നിധിധ്യാസനം. ഇവിടെ നടക്കുന്നത് കാരണം കേവലം വായന കൊണ്ട് മാത്രം നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ശ്ലോകമൊക്കെ വായിച്ച് എന്താവും? ഉള്ള കൺഫ്യൂഷൻ കൂടും അല്ലേ? അതുകൊണ്ട്
പുസ്തകം തന്നെ വായിച്ചിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷെ മാത്രം വായിച്ചുകൊണ്ട് ആധ്യാത്മിക വിദ്യ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഗുരുമുഖത്തൊന്നും ശ്രവിക്കണം, ശ്രവണം. അർജുനനൊരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ നേരത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് വാക്കുകളുടെ അർത്ഥം കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? അത് തന്റെ ജീവിതത്തിൽ എത്ര പ്രയോജനം ചെയ്യും എന്നൊക്കെ മനസ്സിലാവുന്നത് ഈ സന്ദർഭത്തിലാണ്. അതിനെക്കുറിച്ച് മനനം ചെയ്യണം, വിചാരം ചെയ്യണം. വാക്കുകളെ അത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സരസ്വതി ശാസ്ത്രമയി എന്നാ പറയുന്നത്. ആ സരസ്വതി നമ്മളെ യഥാർത്ഥത്തിലുള്ള തത്വത്തിലേക്ക് നയിക്കുകയാണ്. കേട്ടതിനെ അതുപോലെ ഗ്രഹിക്കണമെന്നില്ല, അതിനെ നമ്മുടെ ജീവിതവുമായിട്ട് അപഗ്രഥിച്ചു നോക്കുക. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ഇല്ലേ, ഗീതയിലും പറഞ്ഞിട്ടില്ലേ, വിമർശേത ശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു എന്ന് കൃഷ്ണൻ പറഞ്ഞു. സ്വതന്ത്രമായ സമീപനമാണ് ആർഷധർമ്മം എന്ന് പറയുന്നത്. ഇന്നത് ചെയ്യൂ എന്നതല്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചാലും നമ്മൾ ആ നിഗമനത്തിൽ എത്തിച്ചേരണം. അതല്ലാതെ സാധ്യമല്ല. ഇങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അങ്ങനെ മനനം ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം, അത് ജീവിതത്തിൽ അനുഭവത്തിലേക്ക് അപ്പം വരും. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഈ അറിവിന്റെ ടച്ച് ഉണ്ടാവും. അപ്പോഴാണ് ശാസ്ത്രം നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറയുക. അല്ലെങ്കിൽ കുറേ യജ്ഞം കേട്ടു, കുറേ സപ്താഹം കേട്ടു, ശ്രവണ തൊഴിലാളികൾ മാത്രമായി പോകും. സ്വാമി അടുത്ത യജ്ഞം എന്നാണെന്ന് ചോദിക്കുമെന്ന് കഴിയുമ്പോ അല്ലേ, ഇങ്ങനെ കൂടുതലൊന്നും കേൾക്കണ്ട, കേട്ടതിനെ അങ്ങോട്ട് ഉറപ്പിച്ചാൽ മതി അല്ലേ. കാരണം ഏതൊരു ആചാര്യനും വിവരങ്ങൾ പ്രദാനം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാചാര്യനും ധാരണ പ്രദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ വിവരങ്ങൾ കൈമാറാം, ധാരണ ധരിക്കുന്നത് കൈമാറാൻ സാധിക്കുകയില്ല. അതിനാൽ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം, ഈ ജ്ഞാനത്തിലൂടെ എത്തിച്ചേരേണ്ടതാണ്. എല്ലാവരുടെയും ഹൃദയത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഈ പറഞ്ഞ ശ്ലോകങ്ങൾ ഭഗവത് തത്വങ്ങളാണ്. കാണാതെ പഠിക്കുകയല്ല, മനനം ചെയ്തുറപ്പിക്കണം. കിടക്കുന്നതിന് മുമ്പൊക്കെ ഇതൊക്കെ ചൊല്ലിയിട്ട് കിടന്ന നല്ലതാണ്. സൂക്ഷ്മത്വാത് തത് അവിജ്ഞേയം. സൂക്ഷ്മമായ ഈ തത്വത്തെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നറിഞ്ഞ് ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം, ഇങ്ങനെ ആചാര്യന്മാർ ഓരോ ശ്രമവും ചെയ്ത് അവരുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ശ്രദ്ധയെ അവലംബമാക്കി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതായ സമയത്ത് ക്രമേണ നാം അവിടെ എത്തിച്ചേരും. ഇങ്ങനെ വിചാരത്തിലൂടെ എത്തിച്ചേരുന്നതിനാൽ ജ്ഞാനഗമ്യം. എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ഹൃദി സർവസ്യ വിഷ്ടിതം. ഇതുവരെ വിവരിച്ചതായ ഈശ്വരൻ എല്ലായിടത്തും കൈകളും കാലുകളും ചെവികളും ശിരസുകളുമുള്ള മഹത് വൈഭവം, സൂക്ഷ്മമായിട്ടുള്ള ഈ ശക്തി ഹൃദി സർവസ്യ വിഷ്ടിതം, എല്ലാവരുടെയും ഹൃദയത്തിൽ നല്ലവണ്ണം സ്ഥിതി ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും നമ്മെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടല്ലേ, ഞാൻ എവിടെയാ തൊടുന്നത്? ഹൃദയത്തിൽ തന്നെയാണ്. കാരണം അവിടെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. 18-ാം അധ്യായത്തിൽ അവസാനിക്കും ഭഗവാൻ അർജുൻ ഇത് പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനം ഹൃദ്വേഷേ അർജുന തിഷ്ഠതി. അവിടെയാണ് എൻ്റെ വാസസ്ഥാനം. പട്ടസ് കിട്ടിയില്ലേ? നിങ്ങളുടെ ആസ്ഥാനത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്.
ഇത്രത്തോളം അടുത്ത് അദ്ദേഹം സ്ഥിതി ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അന്വേഷിച്ച് എങ്ങോട്ടായി പോകുന്നത്? നിങ്ങൾ എങ്ങോട്ട് പോയാലും ശരി, അവസാനം ഈ ഹൃദയത്തിലേക്ക് തന്നെ തിരിയണം. അതറിയാൻ വേണ്ടിയാണ് നമ്മൾ തീർത്ഥസ്ഥാനത്ത് പോകുന്നത്. ഇന്നലെ പറഞ്ഞില്ലേ, ആ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടെത്തി, പക്ഷെ കണ്ണടയ്ക്കുന്നു, ഉള്ളിലേക്ക് അപ്പം നോക്കാൻ അല്ലേ. അപ്പൊ ബോധ്യമായി. പല ത്യാഗങ്ങളും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനെ അറിയാൻ വേണ്ടിയാണ്, സ്വഹൃദയത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ്. അന്തർമുഖമാവണം എന്ന് വെച്ചാൽ ഈ ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. ഈ പറഞ്ഞിട്ടുള്ളതായ ആശയങ്ങൾ എവിടെയാണ്? സർവത്ര ഹൃദയേ സംസ്ഥിതം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ എന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിശക്തമായ ഭഗവാന്റെ പ്രഖ്യാപനമാണിത്. ഈശ്വരൻ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. മനുഷ്യരിൽ ഈശ്വരൻ ഒളിഞ്ഞിരിക്കുന്നു. എപ്രകാരമാണോ പാലിൽ വെണ്ണ ഒളിഞ്ഞിരിക്കുന്നത്, എപ്രകാരമാണോ സൂര്യരശ്മിയിൽ പ്രകാശം ഒളിഞ്ഞിരിക്കുന്നത്, അതുപോലെ ഭൂമിയിലെ സകല തരികളിലും ഫലഭൂഷ്ടിയിലും ആ ഭഗവത് തത്വം ഒളിഞ്ഞിരിക്കും. ഓരോന്നിലും ഒളിഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ഞാൻ എന്ന് എത്ര പ്രാവശ്യം നമ്മൾ ഓരോ ദിവസവും പറയുന്നുണ്ട്. ഇതൊരു തരം നാമജപമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അഹങ്കാരത്തോടുള്ള ജപമെന്ന് മാത്രം. അതിൽ നമ്മളൊക്കെ വലിയ ഭക്തന്മാരാണ്, നമ്മുടെ ഭക്തന്മാര് അല്ലേ. അതൊന്ന് മാറ്റിയാൽ മതി. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അഹങ്കാരത്തോടു കൂടിയാണ് ഞാൻ എന്ന് പറയുന്നത്. അഹം അവിടെ ഇരുന്നോട്ടെ, കാര അങ്ങോട്ട് മാറ്റിയാൽ മതി. ഈ കാര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതേ. അത് പോകുന്നതിന് വേണ്ടിയാണ് നാം ചെയ്യുന്ന ക്ഷേത്ര ദർശനം, തീർത്ഥാടനം, നമസ്കാരം, ഉപവാസം, നാമജപം, സകല സാധനകളും. കുറേ ഇതൊക്കെ ചെയ്തിട്ടും ഈ കാരം പോകുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ കൂടിക്കൂടി വരികയാണെങ്കിലോ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കേസാണ്. ചിലതൊക്കെ അങ്ങനെയുണ്ടല്ലേ. കാരണം ശരിയായ മാർഗനിർദ്ദേശമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. എന്തായാലും ഈ ആശയങ്ങൾ സജീവമാവണമെങ്കിൽ നിരന്തരമായ സത്സംഗം തന്നെയുള്ളൂ. ഭഗവാന്റെ ആശയങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി എപ്രകാരമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതായ ഒരു പരീക്ഷണശാലയാണ് ജ്ഞാനയജ്ഞവേദികൾ. അത് കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിക്കുക. കാരണം അത് അറിയുന്നവർ മാത്രമേ വരുള്ളൂ, അതിന് യോഗ്യരാവണം അല്ലേ. അതിന് പ്രത്യേക ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ ആരാ സംഘടിപ്പിക്കുന്നത്, ഇതൊന്നും നോക്കണ്ട. ശരിയായ ആ അറിവ് കിട്ടുന്നിടത്ത് പോയി അതിനെ സ്വീകരിക്കുക. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ഈ ശ്ലോകങ്ങൾ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ആർഷ സാഹിത്യത്തിലെ സുപ്രധാന സൂചനകളാണ്. ഇത് ഗ്രഹിക്കുവാൻ സാധിച്ചാൽ ഇതിനുപരി ഒന്നും ഗ്രഹിക്കാനുമില്ല. ഇത് ഗ്രഹിക്കണമെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞ 8 മുതൽ 12 വരെ പറഞ്ഞ 20 മൂല്യങ്ങൾ വളർത്തണം. അതിനുള്ള പ്രയത്നം നാം തുടരണം. ഈ പ്രയത്നം തുടർന്നാൽ മതി. അതിൽ വിജയമുണ്ടോ എന്നൊന്നും നോക്കണ്ട. പ്രയത്നം തുടർന്നാൽ അത് തന്നെ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. സമസ്ത ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നതായ ആ ആത്മതത്വത്തെ നാം
വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതാണ് സത്യം, ഇതാണ് അമൃതം, ഇതാണ് സാഫല്യം എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമാവും. നാം അതിൻ്റെ അനുഭവത്തിൽ പര്യവസാനിക്കും. അനുഭവമാണ് ഏറ്റവും വലിയ പ്രമാണം. ബാക്കി ആരും സർട്ടിഫിക്കറ്റ്, ഗുരു സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല, കൂട്ടുകാർക്ക് പറ്റില്ല. സ്വയം ബോധ്യമാവണം. അപ്പോ ബാക്കി എന്തൊക്കെ നിഷേധിച്ചാലും ശരി, അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ലേ? അപ്പൊ ഏറ്റവും വലിയ അനുഭവം, എല്ലാത്തിനെയും അനുഭവിക്കുന്നതായ അനുഭോക്താവിനെ സ്വഹൃദയത്തിലെ നാഥനായി ഈശ്വര സ്വരൂപമായി സാക്ഷാത്കരിക്കുകയാണ്. ഹൃദി സന്നിഷ്ഠ വിഷ്ഠിതം. ഈ ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലെ ഏറ്റവും ക്രീമായ ഭാഗം. അപ്പൊ ഇവിടെ അർജുനന്റെ ചോദ്യം എന്തായിരുന്നു? ക്ഷേത്രം എന്താണ്? ക്ഷേത്രജ്ഞൻ എന്താണ്? പ്രകൃതി എന്താണ്? പുരുഷൻ എന്താണ്? ജ്ഞാനമെന്ത്? ജ്ഞേയമെന്ത്? ഇങ്ങനെ ഒരേ ആശയത്തന്നെ 3 പദങ്ങളിലൂടെയാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. ഒരേ ആശയം തന്നെ. ഇതിനെ ഉപസംഹരിച്ചുകൊണ്ട് എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞു, ജ്ഞാനം ജ്ഞേയം എന്നതിനെ കുറിച്ച് പറഞ്ഞു, അമാനിത്വം അദംഭിത്വം അഹിംസ അല്ലേ ഇപ്പൊ പറഞ്ഞതാ ഈശ്വരന്റെ സൂചനകളും വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ബുദ്ധിപരമായൊരു സമീപനത്തെക്കാൾ ഹൃദയപരമായൊരു സമീപനം നമ്മൾ സ്വീകരിക്കണം. മനുഷ്യ മനസ്സ് പരിവർത്തനത്തിന് വിധേയമാവുന്നത് വൈകാരിക ഭാവത്തിലൂടെയാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ബുദ്ധിയേക്കാൾ കൂടുതൽ മനസ്സിലൂടെയാണ്. എന്താണോ അവന്റെ ചിന്ത, അതനുസരിച്ചിരിക്കും അവന്റെ മനസ്സ്, അതനുസരിച്ചിരിക്കും അവന്റെ ജീവിതം. അതിനാല് ഇതിനെ നമ്മൾ ഈ രൂപത്തിലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തുടർന്ന് 20ാമത്തെ ശ്ലോകം. എന്തോ 19. ഓക്കെ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം. ഇങ്ങനെ ക്ഷേത്രം, ജ്ഞേയം, സമാസതഃ ജ്ഞാനം, ജ്ഞാനം, ജ്ഞേയം ഇവയെ ഞാൻ ചുരുക്കി പറഞ്ഞു. കൺകൂടി ചെയ്യണം ഭഗവാൻ. മദ്ഭക്ത ഏതത്, എന്റെ ഭക്തൻ, വിജ്ഞായ ഇതിനെ അറിഞ്ഞ്, മദ്ഭാവായ ഉപപദ്യതേ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായി തീരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ ജീവിക്കുന്ന പൊതുവെ ബുദ്ധിയേക്കാൾ കൂടുതൽ മനസ്സിലൂടെയാണ്. എന്താണോ അവന്റെ ചിന്ത, അതനുസരിച്ചിരിക്കും അവന്റെ മനസ്സ്, അതനുസരിച്ചിരിക്കും അവന്റെ ജീവിതം. ബുദ്ധി പൊതുവെ നമ്മൾ എന്തായി തീരണം എന്ന നിലപാടാണ്, നമ്മെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ്. പക്ഷേ നാം എന്താണ് എന്ന് നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത്. അതിനാൽ മദ്ഭക്ത, ഈ ആശയങ്ങളുമായി പൂർണ്ണമായി നാം സമർപ്പിതമാവണം. ഇത് മറ്റുള്ള വിഷയം പോലെയല്ല. നമ്മൾ പല വിഷയങ്ങളും പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ? സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയ മീമാംസ, അല്ലെങ്കിൽ വേദാന്തം തന്നെ നമുക്ക് വേണേൽ പഠിക്കാം.
MA-ക്കൊക്കെ പഠിക്കാം, PhD-ക്കൊക്കെ പഠിക്കാം അല്ലേ? ഇതൊക്കെ പഠിക്കുമ്പോൾ നാം അതിൻ്റെ ഭക്തരാവണ്ട, ബുദ്ധിപരമായിട്ട് കാര്യം ഗ്രഹിച്ചാൽ മതി. ഗണിതശാസ്ത്രം നാം പഠിക്കുമ്പോൾ ഗണിതശാസ്ത്രത്തെ നമ്മൾ പോയി നമസ്കരിക്കണ്ട. പഠിപ്പിക്കാൻ ടീച്ചർ വരുമ്പോൾ പോയി ടീച്ചറെ നമസ്കരിക്കാനൊന്നും പോകണ്ട, അതിന്റെ ഭക്തന്മാരൊന്നും ആവണ്ട. പക്ഷെ ഇതങ്ങനെയല്ല. മദ്ഭക്ത, ഇതൊരു ജീവിത ദർശനമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകവും അത്ഭുതവും ഒക്കെയാണ് തോന്നുന്നത് ഓരോന്ന് കേൾക്കുമ്പോൾ അല്ലേ? കേട്ടതായ ആശയങ്ങൾ കേട്ടുകഴിഞ്ഞും നമ്മുടെ കൂടെ വേണം. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ ജീവിതചര്യയാവുമ്പോഴേ നാം മദ്ഭക്തനാവുകയുള്ളൂ. അല്ലാതെ ആശ്രമത്തിൽ പോകുമ്പോൾ മാത്രം, ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം, പ്രഭാഷണം കേൾക്കുമ്പോൾ വരുമ്പോൾ മാത്രം ഭക്തനായിട്ട് കാര്യമില്ല. സദാ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. പക്ഷെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിന്റെ സ്വാധീനം അനുഷ്ഠാന അനന്തരവും ഉണ്ടാവണം. പൂജാമുറിയിൽ പോയാൽ നമ്മൾ അരമണിക്കൂർ അവിടെ അർച്ചനയും പൂജയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ അനുഭവിക്കുന്ന ശാന്തി പുറത്തും കാണണ്ടേ? ഇത് ചിലര് ദുർവാസാവായിട്ടാ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതേ. മദ്ഭക്തഃ, എന്നിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം, ഏതത് വിജ്ഞായ, നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞതായ ആശയങ്ങൾ നല്ലവണ്ണം ബോധ്യപ്പെട്ട് മദ്ഭാവായോപപദ്യതി, ഞാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. വേറൊരു വിഷയം പഠിക്കുമ്പോഴും നിങ്ങൾ വിഷയവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ പോകണ്ട. പക്ഷേ ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവത് ഭാവമാവണം. സ്വപ്നം കാണുന്ന ആൾ സ്വപ്നത്തിലിരുന്നു കൊണ്ട് ഉണർന്ന അവസ്ഥയിലേക്ക് വരാൻ പറ്റുമോ? ഇല്ല. ഉണർന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഉണർന്ന ആളാവണം, സ്വപ്നത്തെ ഉപേക്ഷിക്കണം. അതുപോലെ ഈ ജീവതത്വത്തെ ഉപേക്ഷിക്കാതെ ഈശ്വരഭാവം ഉൾക്കൊള്ളുവാൻ പറ്റില്ല. മദ്ഭാവായോപപദ്യതി, ജ്ഞാനവും ജ്ഞേയവും പറഞ്ഞു കഴിഞ്ഞു, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും പറഞ്ഞു. വാസ്തവത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി പ്രകൃതിയും പുരുഷനും എന്താണെന്ന് പറയുക. പ്രകൃതി പുരുഷനെ അപഗ്രഥനം ചെയ്യുക. തുടങ്ങി വെക്കാം. 20. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാം. പ്രകൃതിം പുരുഷം ച, പ്രകൃതിയെയും പുരുഷനെയും, ഉഭൗ അപി ഏവ, രണ്ടിനെയും തന്നെ, അനാദിവിദ്ധി, അനാദികളെന്നറിഞ്ഞാലും, വികാരാഞ്ച ഗുണാൻ, വികാരങ്ങളും ഗുണങ്ങളും ഒക്കെ, ഏവ പ്രകൃതി സംഭവാൻ വിദ്ധി, പ്രകൃതിയിൽ നിന്നുണ്ടായവയാണെന്നറിയുക. അർജുനൻ ചോദിച്ച ചോദ്യത്തിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആശയങ്ങൾ തന്നെ ഈ പദം ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. പ്രകൃതിയും പുരുഷം ചൈവ, പ്രകൃതിയെയും പുരുഷനെയും വിദ്ധി എന്നാൽ ധരിക്കുക. ഉഭൗ അപി, അനാദിവിദ്ധി. ഇത് എപ്പോൾ തുടങ്ങി എന്ന് ആർക്കും അറിയില്ല.
ആദി ഇല്ലാത്തതിനെ അനാദി എന്നാ പറയുക. സ്ത്രീയും അനാദിയാണ്, പുരുഷനും അനാദിയാണ്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ സത്ത് അസത്ത്, സത്തും അസത്തും, വികാരാംശ ഗുണാംശൈവ, വികാരങ്ങൾ ഗുണങ്ങൾ, വിധി പ്രകൃതി സംഭവാൻ, ഇവയൊക്കെ പ്രകൃതിയിൽ നിന്നും ഉണ്ടായവയാണെന്നറിഞ്ഞാലും. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അക്ഷരാർത്ഥം. ഇത് മതിയെങ്കിൽ കുഴപ്പമില്ല. അക്ഷരാർത്ഥം മാത്രം പറഞ്ഞാല് ഉള്ള കൺഫ്യൂഷൻ കൂടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഇപ്പൊ അക്ഷരാർത്ഥം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. രാവിലത്തെ ക്ലാസ് കേട്ടവർക്കറിയാം, നമ്മുടെ ഏവരുടെയും മനോബുദ്ധികൾ സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ആളെ, നമ്മളുടേത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകല ഭൂതജാലങ്ങളുടെയും മനസ്സിൽ അഭിമാനിക്കുന്ന ആളെ വേദാന്തത്തിൽ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ഹിരണ്യഗർഭൻ. എല്ലാ ഭൂതജാലങ്ങളെയും അതില് മനസ്സിൽ അഭിമാനിക്കുന്നയാള്. ഇതൊരു സാങ്കേതിക നാമമാണ്. യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത ഒരാൾ ഇംഗ്ലീഷിലേക്ക് ഈ പദം ട്രാൻസ്ലേറ്റ് ചെയ്താൽ, ഇപ്പൊ മാർക്സ് മുള്ളറൊക്കെ എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ഈ വാക്കിന്റെ അർത്ഥം എഴുതി, ഹിരണ്യം എന്താണ്? സ്വർണം. ഗർഭം, ഗർഭം തന്നെ. അപ്പോ ഹിരണ്യഗർഭനെ ഇംഗ്ലീഷിലാക്കിയപ്പോൾ ഗോൾഡൻ എഗ്, അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. യാതൊരു ബന്ധവുമില്ലാത്തൊരു പദമായില്ലേ? അപ്പൊ ഹിരണ്യം എന്നാൽ അറിവെന്നൊരു അർത്ഥമാണ്, ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണത്. അതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലോ ഇതുപോലെ പല പദങ്ങളെയും അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ഒരു സൂചനയാണ്. പ്രകൃതിയും പുരുഷനും അനാദിയാണെന്ന് പറഞ്ഞു. പക്ഷെ നാം കാണുന്നതായ മാറ്റങ്ങളൊക്കെയോ, ഗുണങ്ങൾ, നമ്മൾ പറയാറില്ലേ, നല്ല മാങ്ങയാണ്, നല്ല പച്ചക്കറിയാണ്, നല്ല മണ്ണാണ്. അതിന്റെ വിപരീതവും പറയും, എല്ലാം മോശമായി, തക്കാളി എല്ലാം മോശമാണ്. ഇത് രണ്ടും പ്രകൃതിയാണ്. രണ്ടിനെ നമ്മൾ ഗുണം എന്നാ പറയുക, പ്രകൃതി എന്ന് പറയുന്നത്. വികാരാംശ, ഒരു വസ്തുവും ഒരുപോലെ ഇരിക്കില്ല. നമ്മൾ ആരും മാതൃഗർഭത്തിൽ നിന്നും ഇങ്ങനെയാണോ വന്നത്? കണ്ട തിരിച്ചറിയ പോലും ഇല്ലല്ലേ? ഒരു ചെറിയ രൂപം. എന്നിട്ട് ഓരോരുത്തർ കണ്ടിട്ട് അച്ഛനെ പോലെ ഇരിക്കുന്നത്, അമ്മയെ പോലെ ഇരിക്കുന്നത്. എന്ത് കണ്ടിട്ടായി പറയുന്നത്? ആ വരുന്ന ദിവസം സമസ്തവും ഇവിടെ മാറി മറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. സൂര്യന് തന്നെ ബാഹ്യമായിട്ട് ഉദയാസ്തമനയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ദൃഷ്ടിയില്. അപ്പൊ എല്ലാത്തിനും ഉയർച്ചയും താഴ്ചയും തളർച്ചയും ഒക്കെ ഉണ്ട്. ഒരു വസ്തുവും ഒരുപോലെ ഇരിക്കുന്നില്ല, സമസ്തവും മാറി മറയുന്നു. ഇങ്ങനെ മാറി മറയുന്ന പ്രകൃതിയെയാണ്, ആ പ്രക്രിയയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഒരു വസ്തുവും സ്ഥിരമായിട്ടിരിക്കുന്നില്ല, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിമിഷങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള സമസ്ത വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുന്നു. അസ്ഥിരത സുസ്ഥിരമാണിവിടെ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെയും, അതുപോലെ ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്നത് പുരുഷന്റെയും ലക്ഷണമാണ്. അപ്പൊ പ്രകൃതിയും പുരുഷനുമായി നശിക്കുന്നതായ പ്രകൃതി എങ്ങനെയാ അനാദിയാവുന്നതെന്നൊരു സംശയം തോന്നാം. പുരുഷനിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താ പുരുഷൻ? കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ വിവരിച്ച സാധനം തന്നെ. വാക്കുകൾക്ക് അതീതമായ സത്യം എന്ന് പറഞ്ഞില്ലേ? സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം. ഈ പരിചയപ്പെട്ടതാണ് പുരുഷൻ.
അപ്പൊ പ്രകൃതിയും പുരുഷനും അനാദിയാണെങ്കിൽ കൂടി പ്രകൃതി ഉണ്ടായതും പുരുഷൻ ഉണ്ടാവാത്തതുമാണ് എന്നുള്ളതാണ്. എപ്രകാരം എന്ന് ചോദിച്ചാൽ, നമ്മളും നമ്മുടെ നിഴലും പോലെ. ഇതിൽ ഏതാ സത്യം? നമ്മളാണോ നിഴലാണോ സത്യം? രണ്ടും സത്യമാണ്. പക്ഷേ നമ്മൾ ഉള്ളിടത്തോളമേ നിഴലിന് അസ്തിത്വമുള്ളൂ. നിഴലില്ലാതെയും നമ്മളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ നിഴലും അനാദിയാണെന്ന്. പക്ഷേ നിഴൽ നിങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ നിഴലിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രനാണ്, നിഴൽ അസ്വതന്ത്രനാണ്. ഇതുപോലെ പുരുഷൻ സ്വതന്ത്രനാണ്, പ്രകൃതി അസ്വതന്ത്രനാണ്. പുരുഷനിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായത്, സംശയമൊന്നുമില്ല. എന്നാൽ പുരുഷനിൽ നിന്നും പ്രകൃതി ഉണ്ടായത് അമ്മയിൽ നിന്നും കുഞ്ഞുണ്ടായതുപോലെയല്ല, വിത്തിൽ നിന്നും വൃക്ഷമുണ്ടായതുപോലെയല്ല, കയറിൽ നിന്നും പാമ്പുണ്ടായതുപോലെയാണ്. കേവലം തെറ്റിദ്ധാരണ മാത്രം, വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. ഓർമ്മിക്കുക, ഈ സൃഷ്ടി ഭഗവാനിൽ നിന്നും ഉണ്ടായതല്ല, ഉണ്ടായതുപോലെ തോന്നുന്നതാണ്. സത്തിൽ നിന്നും അസത്തുണ്ടാവില്ല, ഉണ്ടായിട്ടില്ല. പുരുഷനിൽ നിന്നും പ്രകൃതി ഉണ്ടായിട്ടില്ല. പുരുഷനെ തെറ്റിദ്ധരിച്ചതാണ് പ്രകൃതി. കയറിനെ തെറ്റിദ്ധരിച്ചതാണ് പാമ്പ്. സത്തിനെ തെറ്റിദ്ധരിച്ചതാണ് അസത്ത്. അതുകൊണ്ടാണ് ചിലപ്പോ മക്കളെ സ്നേഹം കൂടുമ്പോ അസത്തേ എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെ വിളിക്കണ്ട, ഇത്തിരി നീട്ടി വിളിച്ചാൽ മതി. ആ സത്തേ എന്ന് വിളിച്ചാൽ മതി. സത്ത് മാത്രമേ ഇവിടെയുള്ളൂ, അസത്തില്ലേ? അപ്പൊ സത്തിൽ നിന്നും അസത്തുണ്ടായിട്ടില്ല. ഈശ്വരൻ തന്നെയാണ് ജഗത്തായി കാണപ്പെടുന്നത്. അതുകൊണ്ട് വായു ഈശ്വരനാണ്, പർവ്വതം ഈശ്വരനാണ്, സമുദ്രം, അഗ്നി എല്ലാം ഈശ്വരനാണ്. കളവും കാപട്യവും ഈ പ്രകൃതിയിൽ നടക്കുന്ന അനുഗ്രഹവും നിഗ്രഹവും എല്ലാം ഈശ്വരനാണ്. രുദ്രസൂത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം അല്ലേ? സ്തേനം എന്നൊക്കെ പറയുന്നുണ്ട് ഭഗവാന്റെ നിർവചനമായിട്ട്. അല്ലാതെ വ്യത്യസ്തമായിട്ട് ഒന്നിനെയും കാണുന്നില്ലെന്ന്. നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ശിക്ഷാ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നു. നടക്കാൻ പാടില്ലാത്തതൊക്കെ എന്നിട്ട് നടക്കുന്നില്ലേ? പ്രകൃതിയുടെ പ്രകടനമാണ് അതൊക്കെ അല്ലേ? എന്തിനേറെ ഭഗവാൻ ഈ ശ്രേഷ്ഠമായ ഈ തത്വങ്ങളൊക്കെ ഉപദേശിച്ചിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് അവിടെ കൊടും കൊലപാതകങ്ങളാണ് നടക്കാൻ പോകുന്നത് അല്ലേ? മഹായുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഭഗവാന് പലതും തടയാൻ സാധിച്ചോ? അഭിമന്യുവിന്റെ മരണം പോലും ദുര്യോധനെ മാറ്റാൻ സാധിച്ചോ? അതാണ് പ്രകൃതി. കാരണം ദുര്യോധനം അറിയാമായിരുന്നു അല്ലേ? വിളിച്ചു പറയുന്നുണ്ടല്ലോ, എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ എനിക്ക് അധർമ്മം ചെയ്യാൻ ഇഷ്ടം. നന്നായിട്ട് അറിയാം, അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലേ? ഒരു ആട് മേയ്ക്കുന്നതായൊരു കുട്ടി, ക്ലാസ്സിൽ പോകാനൊന്നും ഇഷ്ടമില്ല, പിന്നെ ഉച്ചക്കഞ്ഞിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അവനെ കൊണ്ട് ക്ലാസ്സിലാക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അധ്യാപകൻ കണക്ക് പഠിപ്പിക്കുകയാണ്. 12 ആടുകള് ഒരു തോട്ടത്തിൽ കയറി, വേലി പൊളിച്ച് അകത്ത് കയറി. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഓടി വന്നു, എല്ലാ ആടിനെയും ഓടിച്ചു വിട്ടു. 7 എണ്ണം പുറത്തേക്ക് ചാടി. ഉള്ളിൽ എത്ര ആടുണ്ട്? എത്ര ആടുണ്ട്? എല്ലാ കുട്ടികളും പറഞ്ഞു 5 ആട്. എന്നാൽ ദിവസവും ആടിനെ മേയ്ക്കാൻ പോകുന്ന കുട്ടി മാത്രം പറഞ്ഞു തോട്ടത്തിൽ ഒരാടും ഉണ്ടാവില്ല.
ഒരാട് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ സകല ആടും ചാടും. അതാണ് ആടിന്റെ പ്രകൃതി എന്ന് ആടിനെ മേയ്ക്കുന്നവനറിയാം അല്ലേ? ഒരെണ്ണം അവിടെ അവശേഷിക്കില്ല. അതിനാല് പ്രകൃതിയും പുരുഷനും അനാദിയാണ്. ഒന്ന് സത്യവും മറ്റേത് സത്യത്തിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഈശ്വരനെന്നും ജഗത്തുണ്ടായതല്ല, ഈശ്വരൻ തന്നെ ജഗത്തായി മാറിയതാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്ന സമസ്തവും ഭഗവത് പ്രകടനങ്ങളാണ്. അങ്ങനെ സത്തിനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഇവിടെ ജനനവും മരണവും ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടാവുന്നത്. ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഇരുണ്ട യുഗവും യുദ്ധവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രകൃതിയും പുരുഷനും അനാദിയാണ്. ഒന്നിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു, മറ്റേത് ശാശ്വതമായി നിലനിൽക്കുന്നു. വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ബാക്കി നാളെ കാണാം. ചിലതൊക്കെ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല, ആ ശ്ലോകം കഴിയാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഗുരുഭ്യോ നമഃ. ഹരി ഓം.